ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിവന്യ കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ്, അഭിവന്യ കുറിയാക്കോസ് മാർ സേവറിയോസ് മെത്രാപ്പൊൽ തിരുമേനി, അഭിവന്യ കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊൽ തിരുമേനി, അഭിവന്യ വാനിയോസ് തിരുമേനി, സ്നേഹബഹുമാനമുള്ള അച്ഛന്മാരെ, സുവിശേഷ സമാജത്തിൻ്റെ ശുശ്രൂഷകരെ, ഇവിടെയും വിദൂരങ്ങളിലും ഇരുന്ന് ഈ ദൈവവചനത്തിന് കാതോർക്കുന്ന വിശ്വാസ സമൂഹമേ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. 19ാമത് ക്നാനായ കൺവെൻഷൻ്റെ 2ാം ദിവസമായി ഇന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ബലഹീനാന്ന് എനിക്ക് ലഭിച്ച അവസരം ഒരു വലിയ ഭാഗ്യമായി, ഒരു ദൈവാനുഗ്രഹമായി, ഒരു നിയോഗമായി തന്നെ ഞാൻ കരുതുന്നു. ആ വലിയ ദൈവകൃപയുടെ മുമ്പിൽ ഞാൻ ശിരസ്സ് നമിക്കുന്നു. അപ്രകാരം എനിക്ക് അവസരം നൽകിയ ഈ സഭയോടുള്ള എൻ്റെ ഹൃദയംഗമായ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. എൻ്റെ വൈദിക ശുശ്രൂഷയിൽ ആദ്യമായിട്ടാണ് ക്നാനായ സഭയുടെ ഒരു കൺവെൻഷനിൽ ദൈവവചനം പങ്കുവയ്ക്കുന്നത്. എൻ്റെ സതീർത്ഥൻ മോനായച്ചനെ അല്ലാതെ, എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ബാബുച്ചാനെ അല്ലാതെ മറ്റാരെയും എനിക്ക് ഇവിടെ പരിചയമില്ല. നാം എല്ലാവരും ദൈവസ്നേഹത്തിൽ ബന്ധിതരാണല്ലോ. ആ വലിയ സ്നേഹത്തിൽ നണലിരുന്നു കൊണ്ട് ഈ രാത്രി തമ്പുരാൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് നമുക്ക് കാതോർക്കാം. 1847 തിരുവനന്തപുരത്തിനപ്പുറം തിരുപുറം എന്ന സ്ഥലത്ത് അരുളാനന്ദം എന്ന സുവിശേഷകന് ജനിച്ച് 3 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെയും കൊണ്ട് ആ മേഖലയിൽ കർത്താവിൻ്റെ മിഷണറി പ്രവർത്തനം ചെയ്തു വന്ന് ജോൺ കോക്സ് സായിപ്പിൻ്റെ അടുക്കലെത്തി. അരുളാനന്ദം സുവിശേഷകർ സായിപ്പിനോട് പറഞ്ഞു, സായിപ്പേ, ഏറെ പ്രാർത്ഥിച്ചു കിട്ടിയ ഒരു പൈതലാണ്. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കുഞ്ഞിനെ സമർപ്പിക്കുകയാണ്. ഈ കുഞ്ഞിനെ അങ്ങ് അനുഗ്രഹിക്കണം, ഈ കുഞ്ഞിനൊരു പേരിടണം. 3 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ കൈകളിൽ ഏറ്റുവാങ്ങി ഏറെ നേരം പ്രാർത്ഥിച്ച സായിപ്പ് ഈ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പേര് വിളിച്ചു, മോശ എന്ന്. ആ മോശയാണ് പിൽക്കാലത്ത് മോശവത്സരം ശാസ്ത്രിയാരായി ഈ കേരള മണ്ണിൽ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ കർത്താവിൻ്റെ ജീവനുള്ള സുവിശേഷത്തിന് ആയുസ്സിന് അന്ത്യം വരെ സാക്ഷ്യം വഹിച്ച് വളരെ പ്രസിദ്ധനായ സുവിശേഷകൻ മോശവത്സരം ശാസ്ത്രിയാർ. ഈ ഭക്തൻ എഴുതിയ ധാരാളം ഗാനങ്ങൾ ക്രൈസ്തവ ഗാനശേഖരത്തിലുണ്ട്. സംഘമായി ചേർന്നാണ് സുവിശേഷ വേലയ്ക്ക് പോകുക. തനിക്ക് ഒരു സ്കോട്ട്ലൻഡുകാരി മദാമ നൽകിയ ഒരു കാളവണ്ടിയിലാണ് യാത്ര. പോകുമ്പോൾ 7 പേരൊപ്പം കാണും. ആ കാളവണ്ടി നിറച്ച് സുവിശേഷ പ്രതികളാണ്. പോയാൽ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാണ് മടങ്ങി വരിക. അപ്രകാരം ഒരു സുവിശേഷ പര്യടനം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ വെച്ചാണ് താൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ ദുഃഖവാർത്ത കേട്ടത്. തൻ്റെ മകൻ കാട്ടിൽ വിറകൊടിക്കാൻ പോയപ്പോൾ പാമ്പ് കടിയേറ്റു. വൈദ്യൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അല്പം സീരിയസ് ആണ്. ഓടിക്കിതച്ച് ഒരാൾ വന്ന് പറഞ്ഞ വാർത്തയാണ്. ഈ ശാസ്ത്രിയാർ പതറിപ്പോയില്ല. കാളവണ്ടിയിൽ അദ്ദേഹം തുടർന്ന് യാത്ര ചെയ്യുകയാണ്. വീടോടടുക്കുമ്പോൾ കാണുന്ന കാഴ്ച ഹൃദയഭേദകമാണ്. വലിയ ആൾക്കൂട്ടമുണ്ട്. കൂട്ടം നിലവിളി ഉയരുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ അപമൃത്യു സംഭവിച്ചു. ദൈവം ഇറങ്ങി ചെല്ലുമ്പോൾ കണ്ട കാഴ്ച തൻ്റെ മകൻ്റെ ചേതനയേറ്റ ശരീരമാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എങ്ങനെ അദ്ദേഹം പ്രതികരിക്കുമെന്ന്. മകൻ്റെ ചേതനയേറ്റ ശരീരത്തിനരികിൽ ചെന്ന് ഒരു ചുംബനം നൽകി, മുട്ടുമടക്കി കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഏറെ നേരം കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് മോശവത്സരം ശാസ്ത്രിയാർ ഇപ്രകാരം പാടി. പ്രിയരെ, എന്താ പാടിയത്? ഏതോ ഗുണം എന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ, നിന്തിരുനാമം നിമിത്തം നീതിമാർഗത്തിൽ തിരിച്ചു, നിന്റെ ഹിതം പോലെ എന്നെ
നിത്യം നടത്തിയിടണമേ. എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ജീവിതത്തിന്റെ മരണകരമായ അനുഭവങ്ങളുടെ നടുവിലും തമ്പുരാനെ തവഹിതം പോലെ എന്നെ നടത്തണമെന്ന് പാടുവാൻ ഒരുവന്റെ അധരത്തിന് ബലമുണ്ടാകണമെങ്കിൽ ആഴമേറിയ വിശ്വാസവും തീവ്രമായ ദൈവാനുഭവവും അത്യന്താപേക്ഷിതമാണ്. അതില്ലാത്ത ആർക്കും ഇപ്രകാരം പാടാൻ ധൈര്യമുണ്ടാവില്ല പ്രിയരെ. ഈ ആഴമേറിയ വിശ്വാസമാണ്, തീവ്രമായ ദൈവാനുഭവമാണ് നമ്മിലെല്ലാവരിലും ദൈവം പ്രതീക്ഷിക്കുന്നത്. എന്നിലും നിങ്ങളിലും തമ്പുരാൻ ആഗ്രഹിക്കുന്നത് ഈ തീവ്രമായ ദൈവാനുഭവമാണ്, ആഴമേറിയ വിശ്വാസമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഇവിടെ കേൾക്കപ്പെടുന്ന വചനത്തിലൂടെ നമ്മുടെ ജീവിതം അപ്രകാരം ഒരു ആധ്യാത്മിക നവീകരണത്തിലേക്ക് നയിക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ബാബുചാൻ എന്നെ വിളിച്ച അന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കിയപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ചേർന്ന് പ്രാർത്ഥിച്ച എല്ലാ കുടുംബ പ്രാർത്ഥനയിലും മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, തമ്പുരാനെ, ഈ കാനായ കൺവെൻഷനിൽ വിതയ്ക്കപ്പെടുന്ന വചനത്തിന്റെ വിത്തുകളൊന്നും തന്നെ പതിരായി പോകാതെ അത് ഫലകരമാകണമെന്നുള്ള പ്രാർത്ഥന എൻ്റെ ധരത്തിൽ നിന്ന് ഉയർന്നു പ്രിയരെ. ഈ രാത്രിയിലും ദൈവവചനം ധ്യാനിക്കുമ്പോൾ ആ പ്രാർത്ഥനയോടെയാണ് ഞാനിത് പങ്കുവയ്ക്കുന്നത്. നമുക്ക് അപ്രകാരം പ്രാർത്ഥനയോടെ ദൈവവചനത്തിന് കാതോർക്കാം. വളരെ പരിചിതമായ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ പ്രാർത്ഥനാപൂർവ്വം ക്ഷണിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം അതിന് 22 വാക്യം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 22 വാക്യം. യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. ജോസഫ് ഈസ് എ ഫ്രൂട്ട്ഫുൾ വൈൻ. തലകളെ ഉണക്കാം, പ്രാർത്ഥിക്കാം. ഇമ്പമുള്ള ജീവിതവും ഏറെ ധന മാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേ അടിയാ, നിന്റെ ഹീനം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എന്റെ ഹീനം പോലെയല്ലേ എൻ പിതാവേ, എൻ യഹോവേ, നിന്റെ ഹീനം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ പാടിയ ഈ പാട്ടിൻ്റെ ഈരടികൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാഞ്ചയാകാൻ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തീരുമാനമാകാൻ തമ്പുരാൻ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇമ്പമുള്ള ജീവിതമോ ഏറെ ധനമാനങ്ങളോ തുമ്പമറ്റ സൗഖ്യങ്ങളോ ഒന്നും ചോദിക്കുന്നവരായിട്ടല്ല. അത് ഞങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ട് തമ്പുരാനെ. നിന്റെ ഹിതം പോലെയാണോ ജീവിക്കുന്നതെന്ന് ഞങ്ങളോട് നീ വിരൽ ചൂണ്ടി ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയുന്നില്ല തമ്പുരാനെ. ഒരുപാട് വചനം കേട്ട കാതുകളാണ് ഞങ്ങളുടേത്, ഒത്തിരി തീരുമാനമെടുത്ത ഹൃദയങ്ങളാണ് ഞങ്ങളുടേത്, ഏറെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നവരാണ് ഞങ്ങൾ. എന്നാൽ കർത്താവേ, സ്വീകരിച്ച വിശുദ്ധ കുർബാനയ്ക്ക് അനുസൃതമായോ കേട്ട വചനങ്ങൾക്കും തീരുമാനങ്ങൾക്കും അനുസൃതമായോ ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങൾ പരാജയപ്പെട്ടവരാണ്. എന്നാലും നാഥ, ഈ രാത്രി നിന്റെ വചനത്തിന് കാതോർക്കുവാൻ ഞങ്ങൾ ആയുസ് നീട്ടപ്പെട്ടവരായി തീർന്നത് ഞങ്ങളെ വെട്ടിക്കളയാതെ നിർത്തിയ അവിടുത്തെ കരുണ കൊണ്ട് മാത്രമാണല്ലോ. ഞങ്ങളിൽ എന്നും അങ്ങേക്ക് പ്രതീക്ഷയുള്ളതോർത്ത്, ഞങ്ങളെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചതോർത്ത് നന്ദി കർത്താവേ. ഈ രാത്രി
ഞങ്ങൾ കേൾക്കുന്ന വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടാൻ, ഞങ്ങൾ മാനസാന്തരപ്പെടാൻ, ഞങ്ങൾ മടങ്ങി വരാൻ, കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നവരായി തീരാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയെ തമ്പുരാൻ ഏറ്റെടുക്കണം. ബലഹീനനെ ക്രൂശിന്റെ മറവിൽ മറച്ചുകൊള്ളണം. തിരുനാമം മാത്രം മഹത്വപ്പെടണം. മശിഹായുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. ദൈവദാനമായ നമ്മുടെ ജീവിതം നന്നായി ആരംഭിക്കുവാനും നന്നായി അവസാനിപ്പിക്കുവാനും കഴിയുന്നത് എത്രയോ ധന്യകരമായ ഒരനുഭവമാണ്. എന്നാൽ നന്നായി ആരംഭിച്ച് പലരുടെയും ജീവിതം അവസാനം ദുരന്തപൂർണമായിരുന്നു, ദുഃഖപൂർണമായിരുന്നു എന്നുള്ളത് വേദപുസ്തകം തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ചരിത്രമാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ പറയുവാനായിട്ടുണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. ശിംശോൻ നന്നായി തുടങ്ങിയവനാണ്, ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനാണ്, നാസീർ വ്രതക്കാരനാണ്, സൂര്യനെ പോലെ തേജസ്സുള്ളവനാണ്, പരാക്രമശാലിയാണ്, ഒരു കഴുതയുടെ താടിയെല്ല് കൊണ്ട് 1000 ബലിസ്യരെ കൊന്നൊടുക്കിയവനാണ്, 300 കുറുക്കന്മാരെ ഈരണ്ടിരണ്ടായി അയച്ച് ഫെലിസ്ത്യ ശത്രുക്കളുടെ വിളകളെ നശിപ്പിച്ചവനാണ്. എന്നാൽ ദൈവത്തോടുള്ള അവിശ്വസ്തത, ദൈവത്തിന്റെ സന്നിധിയിലുള്ള അശുദ്ധി ദുരന്തപൂർണമായ ഒരു ജീവിതത്തിലേക്ക് അവനെ വഴിതെളിക്കുവാനായിട്ട് കാരണമായി മാറി. ദേമാസ് പൗലോസിന്റെ കൂട്ടുവേലക്കാരനാണ്, സുവിശേഷത്തിന് വേണ്ടി ജീവിതം വേർതിരിച്ചവനാണ്. അനേകർക്ക് പൗലോസ് സുവിശേഷം ലേഖനം എഴുതിയപ്പോൾ ദേമാസും പൗലോസിനോടൊപ്പം വന്ദനം ചൊല്ലിയവനാണ്. ദേമാസും വന്ദനം ചൊല്ലുന്നുവെന്ന് അനേക ലേഖനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പൗലോസ് വളരെ വേദനയോടെ ഇപ്രകാരം ദേമാസിനെ കുറിച്ച് പറയുന്നു: ദേമാസ് എന്നെ വിട്ട് ലോകത്തെ സ്നേഹിച്ച് തെസ്സലോനിക്കയിലേക്ക് പോയി. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി മല്ലിടേണ്ടി വന്നപ്പോൾ, സുവിശേഷത്തിന്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ ത്രാണിയില്ലാതെയായപ്പോൾ, ലോകത്തെ അധികമായി സ്നേഹിച്ച് ദൈവത്തെ വിട്ട് സുവിശേഷത്തെ വിട്ട് അകന്നുപോയ ദേമാസിനെ കുറിച്ച് പൗലോസ് വേദനയോടെ തിമോത്തിയോസിന് ഒരു മുന്നറിയിപ്പായി പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നന്നായി തുടങ്ങിയ അനേകരുടെ ജീവിതവും നിരാശാജനകമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നാൽ തുടക്കവും ഒടുക്കവും മനോഹരമാക്കിയ, അനുഗ്രഹപൂർണമാക്കിയ, ഫലദായകമാക്കിയ യാക്കോബിന്റെ മകനെയാണ് ഈ രാത്രി നാം ധ്യാനിക്കുന്നത്. യോസഫിന്റെ ജീവിതമാണ് ഈ രാത്രി നമ്മുടെ ധ്യാന വിഷയം. യാക്കോബിന്റെ 11-ാമത്തെ മകനാണ്. ഹാരാനിൽ വടക്കേ മെസൊപ്പൊത്താമിയയിൽ BC 18-ാം നൂറ്റാണ്ടിലാണ് ജോസഫ് ജനിക്കുന്നത്. ജോസഫ് ജനിച്ച ശേഷം യാക്കോബിന്റെ കുടുംബം കനാനിലേക്ക് പോവുകയാണ്. യാക്കോബും തന്റെ പിതാക്കന്മാരെ പോലെ മൃഗസമ്പത്തും കൃഷിസമ്പത്തും ഏറെ ഉണ്ടായിരുന്ന ഒരു ധനാഢ്യനായ മനുഷ്യനാണ്. ജോസഫ് വാർദ്ധക്യത്തിലെ മകനായതുകൊണ്ട് യാക്കോബിനെ എല്ലാ മക്കളിലും വെച്ച് ഏറ്റവും അധികമായി സ്നേഹിച്ചു. അതിന് സ്നേഹത്തിന്റെ അടയാളമായിട്ടാണ് നിലയങ്കി അവന് സമ്മാനിച്ചത്. ഒരു പദവിയുടെ അടയാളമായിട്ടാണ്, സ്നേഹത്തിന്റെ അടയാളമായിട്ടാണ് ഈ നിലയങ്കി സമ്മാനിച്ചത്. ഉൽപ്പത്തി 37:3 നാം അത് വായിക്കുന്നു. അപ്പന്റെ സ്നേഹവാത്സല്യങ്ങൾ ഏറെ അനുഭവിച്ച് വളർന്ന ഒരു പ്രിയ മകനാണ് ജോസഫ്. ജോസഫ് എന്ന പേരിന് മനോഹരമായ ഒരർത്ഥമുണ്ട്. ലെറ്റ് യാഹുവ ഇൻക്രീസ്, യഹോവ വർദ്ധിപ്പിക്കട്ടെ എന്നാണ് ജോസഫ് എന്ന പേരിന്റെ അർത്ഥം. യഹോവ വർദ്ധിപ്പിക്കട്ടെ. തൻ്റെ പേരിന് മാത്രമല്ല, തൻ്റെ ജീവിതവും അതുപോലെ ദൈവത്താൽ വർദ്ധിപ്പിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചവനായിരുന്നു ജോസഫ്. താൻ തന്നെ വർധനം ആഗ്രഹിക്കുകയല്ല, വർദ്ധിക്കുവാൻ വേണ്ടി താൻ ഏതെങ്കിലും തന്ത്രങ്ങൾ മെനയുകയല്ല. തമ്പുരാന്റെ കൈക്കീഴിൽ താണിരുന്നു കൊണ്ട് ദൈവം തമ്പുരാന്റെ സമയത്ത് താൻ ഉയരട്ടെ എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി സമർപ്പിച്ച് ഒരു ഭക്തനായി നാം ജോസഫിനെ ഈ രാത്രി ധ്യാനിക്കുകയാണ്. സുഖദുഃഖ സമ്മിശ്രമായ ജോസഫിന്റെ ജീവിതം ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങളിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 ഘട്ടങ്ങളായി യോസഫിന്റെ ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1, എ പ്രിൻസിലി സൺ, കുലീനനായ ഒരു മകനാണ് ജോസഫ്. 2, എ പേഷ്യൻ സഫറർ, കഷ്ടതയെ ക്ഷമയോടെ ഏറ്റുവാങ്ങിയവനാണ് ജോസഫ്. 3, എ പവർഫുൾ സോവറിൻ, ശക്തനായ ഒരു പരമാധികാരിയാക്കി ജോസഫിനെ ദൈവം രൂപാന്തരപ്പെടുത്തി. കുലീനനായ ഒരു മകൻ,
കഷ്ടതയെ ക്ഷമയോടെ ഏറ്റുവാങ്ങിയ സഹനത്തിൻ്റെ ഒരു മാതൃക. അത് മാത്രമല്ല, ശക്തനായ ഒരു പരമാധികാരിയായി ജോസഫ് മാറുകയാണ്. ഫലദായകമായ 110 സംവത്സരങ്ങൾ ദൈവത്തിനും തൻ്റെ ജനത്തിനും സമ്മാനിച്ച പഴയ നിയമത്തിലെ മാതൃകാ പുരുഷനായി നാം ജോസഫിനെ കാണുകയാണ്. ഹല്ലേലൂയ! ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എബ്രായ ലേഖനകർത്താവ് 11-ാം അധ്യായത്തിൽ ജോസഫിന്റെ 110 വയസ്സിന്റെ ആകത്തുക വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ! ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ജോസഫിനെ കുറിച്ച് പറയുന്നത് വിശ്വാസത്താൽ ജീവിച്ചു എന്നാണ്. ജോസഫ് ലീവ്ഡ് ബൈ ഫെയ്ത്ത്. എത്ര ശ്രേഷ്ഠമായ, എത്ര അനുഗ്രഹദായകമായ ഒരു സാക്ഷ്യമാണ്. ജോസഫ് വിശ്വാസത്താൽ ജീവിച്ചു. വിശ്വാസത്തിൽ ഒട്ടും ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ഒരിക്കലും ക്ഷീണിച്ചില്ല. അമ്മ മരണപ്പെട്ടു, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. സഹോദരന്മാർ തള്ളിക്കളഞ്ഞു, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പൊട്ടക്കിണറ്റിൽ ഏകാന്തനായി തീർന്നു, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഇസ്മായിലിന്റെ കച്ചവടക്കാരുടെ അടിമയാക്കപ്പെട്ടു, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. കൊട്ടാരത്തിൽ പീഡിപ്പിക്കപ്പെട്ടു, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ചെയ്യാത്ത കുറ്റത്തിന് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ് നിസ്തുല്യമായ സാക്ഷ്യം. ജോസഫ് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, വിശ്വാസത്താൽ ജീവിച്ചു എന്നാണ്. ഹല്ലേലൂയ! ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 15-ാമത്തെ വയസ്സിൽ മാരകമായ ബോൺ ക്യാൻസർ ബാധിച്ച് മരണത്തോട് മല്ലിടിച്ച ദീപു എന്ന കുഞ്ഞിനെ മലബാറിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഞാൻ കണ്ടുമുട്ടിയതാണ്. ഞാൻ അവനെ കാണാൻ ചെല്ലുമ്പോൾ അവൻ്റെ അവസാന നാളുകളാണ്. കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിന്ന് മംഗലാപുരത്ത് നിന്നെല്ലാം ഉപേക്ഷിച്ചിട്ട് വീട്ടിലേക്ക് വന്നതാണ്. ഇനിയും അധികം ദിവസങ്ങളില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയ 15 വയസ്സുള്ള പൈതലാണ്. അവൻ SSLC പരീക്ഷ എഴുതാൻ ഒരുങ്ങിയിരുന്നവനാണ്. മിടുക്കനായ പൈതലാണ്. നല്ലതാ മരണം കാത്തു കിടക്കുകയാണ്. ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനെ തോളത്ത് കെട്ടിയിട്ട് അവനോട് പറഞ്ഞു, ദീപു മോനെ, നിരാശപ്പെടണ്ട, കർത്താവ് നിന്റെ കൂടെയുണ്ട്, അവൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഞാനൊരു ആശ്വാസവചനമായി അവനോട് പറയുമ്പോൾ ദീപു എന്നോട് പറഞ്ഞത്, എൻ്റെ അച്ഛ, എനിക്ക് നിരാശയില്ല. ഞാൻ ജീവിച്ചാലും അർത്ഥാൽ മരിച്ചു പോയാലും ഞാൻ യേശു തമ്പുരാന്റെ വകയാണ്. If I die or I live, I belong to Christ. Hallelujah! ഞാൻ ജീവിച്ചാലും ഞാൻ മരിച്ചാലും ഞാൻ തമ്പുരാന്റെ വകയാണ്. എനിക്ക് നിരാശയില്ല. 7 ദിവസം കഴിഞ്ഞപ്പോൾ ദീപു ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ പരിവർത്തി യാഥാർത്ഥ്യങ്ങളുടെ നടുവിലും ദീപു പറഞ്ഞത് അപ്രകാരമാണ്. വിശ്വാസ ക്ഷീണമില്ല. ജോസഫിന്റെ വഴികളിൽ ഏറെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും ഒരിക്കൽ പോലും ക്ഷീണിക്കാതെ ജോസഫ് ലീവ്ഡ് ബൈ ഫെയ്ത്ത് എന്ന് വേറെ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്ന പഴയ നിയമ പുരുഷനാണ്. ജോസഫിന്റെ ജീവിതം അപ്രകാരം ക്ഷീണമില്ലാത്ത ജീവിതമായി തീരുവാൻ കാരണം എന്താണ്? ജോസഫിന്റെ ഫലദായക ജീവിതത്തിന്റെ 5 അടയാളങ്ങളാണ് ഈ രാത്രി ഞാൻ നിങ്ങളോട് പങ്കിടുവാൻ പ്രാർത്ഥനാപൂർവം ആഗ്രഹിക്കുന്നത്. 1, ജോസഫിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അവൻ ദൈവത്തിന്റെ സ്വപ്നം നിറവേറ്റാൻ തീരുമാനിച്ചവനാണ്. He decided to fulfill the dream of God in his life. ദൈവത്തിന്റെ സ്വപ്നം നിറവേറ്റാൻ തീരുമാനിച്ചവനാണ് ജോസഫ്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ജോസഫ് ഒരു സ്വപ്നം കണ്ടു. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുന്നു. 7-ാം വാക്യം, അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു, നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്നു, എൻ്റെ കറ്റയെ നമസ്കരിച്ചു. സഹോദരങ്ങൾ ചോദിക്കുന്നു, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ? സഹോദരങ്ങൾ ദ്വേഷിച്ചു, സഹോദരങ്ങൾ പകച്ചു, സഹോദരങ്ങൾക്ക് അസൂയ തോന്നുവാൻ ഈ സ്വപ്നം കാരണമായി. 37:9, വീണ്ടും സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു. ഇപ്പോൾ സഹോദരങ്ങളുടെ എതിർപ്പ് മാത്രമല്ല, സ്വന്തം അപ്പന്റെ ശാസനയ്ക്കും ഈ സ്വപ്നം കാരണമാകുന്നു. സ്വപ്നക്കാരൻ എന്ന പേരും കൂടെ ജോസഫിന് ലഭിപ്പാൻ അത് മുഖാന്തരമാകുന്നു. ഈ 2 സ്വപ്നങ്ങളും സഹോദരങ്ങൾക്ക് ജോസഫിനോട് അസൂയയും നീരസവും പകയും വർദ്ധിക്കുവാൻ മുഖാന്തരമായി തീർന്നു. സ്വന്തം അപ്പന് തൻ്റെ വത്സല മകനെ ശാസിക്കുവാനുള്ള ഒരവസരമായി ഈ സ്വപ്നം തീരുകയാണ്. ഹല്ലേലൂയ! ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ ജോസഫിനെ സംബന്ധിച്ച് ഇത് വെറും സ്വപ്നങ്ങൾ ആയിരുന്നില്ല. ജോസഫിന് അങ്ങനെയല്ല. തൻ്റെ കുഞ്ഞു പ്രായത്തിൽ, തൻ്റെ നിദ്രാവേളകളിൽ തനിക്ക് ഭയവും
തനിക്ക് സന്തോഷവും സങ്കടവും ഒക്കെ സമ്മാനിച്ച് ഒരുപാട് കിനാവുകൾ ഉണ്ടായിരുന്നു. ആ കിനാവുകളെ പോലെ, ആ സ്വപ്നങ്ങളെ പോലെ ഈ സ്വപ്നത്തെ കാണാൻ ജോസഫിന് കഴിയുമായിരുന്നില്ല. 17 വയസ്സിന് മുമ്പ് താൻ കണ്ട കിനാവുകൾ, താൻ കണ്ട സ്വപ്നങ്ങൾ ആരോടും പങ്കിടാൻ താൻ ആഗ്രഹിച്ചിട്ടില്ല. പങ്കിടാൻ പര്യാപ്തമായതൊന്നും ആ സ്വപ്നങ്ങളിൽ അന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇതിനെ അങ്ങനെ കാണാൻ ജോസഫിന് കഴിഞ്ഞില്ല പ്രിയരെ. ഹല്ലേലൂയ. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ ജോസഫ് ഇന്ന് വരെ കണ്ടിട്ടില്ല. തനിക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്വപ്നങ്ങളായി ഇതിനെ തിരിച്ചറിഞ്ഞപ്പോൾ ജോസഫ് പറയുകയാണ്, ഞാനത് പങ്കിടാൻ പോവുകയാണ്. ഇത് വെറുമൊരു സ്വപ്നമല്ല, ഇതൊരു വിളിയാണ്, ഇതൊരു ദൈവവിളിയാണ്, ഇതൊരു വെല്ലുവിളിയാണ്, ഇതൊരു ദർശനമാണ്, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്നിലൂടെ മാത്രം നിറവേറപ്പെടണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ രക്ഷാപദ്ധതിയാണ് ഈ സ്വപ്നമെന്ന് തിരിച്ചറിയാൻ ജോസഫിന് 17-ാമത്തെ വയസ്സിൽ കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാനൊരാട്ടിടയനായി ജീവിക്കേണ്ടവനല്ല. ഞാൻ അപ്പന്റെ വയലേലകൾ കൃഷിയെടുത്ത് ജീവിക്കേണ്ട കർഷകനല്ല. അപ്പന്റെ നിലയങ്കിയുടെ സൗന്ദര്യം ആസ്വദിച്ച് കഴിയേണ്ടവനല്ല. സഹോദരങ്ങളുടെ പകയും അസൂയയും വിദ്വേഷവും നിത്യം ഏറ്റുവാങ്ങേണ്ടവനല്ല. പ്രായം 17, ഈ യൗവനത്തിന്റെ സ്വാധീനങ്ങളിൽ വീണ് ഉടരേണ്ടവനല്ല. God has a mighty plan. എൻ്റെ ജീവിതത്തെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ജോസഫിനറിയാം. ദൈവം പറഞ്ഞു കാണും ജോസഫിനോട്, ജോസഫേ, നിന്റെ അപ്പനായ യാക്കോബിന് നിന്നെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ പരിമിതമാണ്. അപ്പന്റെ വിശ്വസ്ത മകനായി, തൻ്റെ സ്വത്തിന് അവകാശിയായി, വാർദ്ധക്യത്തിലെ ഒരു ശുശ്രൂഷകനായി നീ ജീവിക്കണമെന്ന് മാത്രമാണ് അപ്പന്റെ സ്വപ്നം. നിന്റെ സഹോദരങ്ങൾക്ക് നിന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷയില്ല. അവർക്ക് നീ ഒരു സ്വപ്നക്കാരനാണ്, അവർക്ക് നീ ശത്രുവാണ്, അവരുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. എന്നാൽ ഈ ഭൂമിയിൽ നിന്നെക്കുറിച്ച് ആരും കാണാത്ത ഒരു സ്വപ്നം ദൈവത്തിന് നിന്നിലുണ്ട്. നിന്നിലൂടെ മാത്രം നിറവേറപ്പെടേണ്ട ഒരു സ്വപ്നമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. യിരെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ യിരെമ്യാവിന്റെ തിരഞ്ഞെടുപ്പിനെ നാം വായിക്കുകയാണ്. എന്താ അവിടെ പറയുന്നത്? യിരെമ്യാ 1:5, ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ദൈവം അറിഞ്ഞവൻ. 2 അവിടെ പറയുന്നു, ഗർഭപാത്രത്തിൽ വെച്ച് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ദൈവം വിശുദ്ധീകരിച്ചവൻ. 3 അവിടെ പറയുന്നു, നിന്നെ പ്രവാചകനായി നിയോഗിച്ചു, ദൈവം നിയോഗിച്ചവൻ. ദൈവം അറിഞ്ഞവൻ, ദൈവം വിശുദ്ധീകരിച്ചവൻ, ദൈവം നിയോഗിച്ചവൻ. ഹല്ലേലൂയ. സങ്കീർത്തനം 8:5 നാം വായിക്കുന്നു, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും നമ്മെ അണിയിച്ചിരിക്കുന്നു. എന്നെയും നിങ്ങളെയും തമ്പുരാൻ തേജസ്സും ബഹുമാനവും അണിയിച്ച് ഈ ഭൂമിയിൽ ആക്കിയിരിക്കുകയാണ്. crowned with glory and honor. സങ്കീർത്തനക്കാരൻ പറയുന്നു 139:13 മുതൽ, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്നെ കണ്ണ് എന്നെ കണ്ടു. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, ദൈവത്തിന്റെ മനസ്സിൽ നീ ഉണ്ടായിരുന്നു. യു ആർ ദ മാസ്റ്റർ പീസ് ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ മനസ്സിലും കൈവേലയുമാണ്. ഹല്ലേലൂയ. തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നം തിരിച്ചറിയുകയും അതിനെ നിറവേറ്റുകയും ചെയ്യുവാൻ പൂർണ്ണമായി വിട്ടുകൊടുത്ത് ജോസഫിനെ കുറിച്ച് 39 നാം വായിക്കുന്ന ഒരു സാക്ഷ്യമുണ്ട്. 39-ാം അധ്യായത്തിൽ ജോസഫിനെ കുറിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു സാക്ഷ്യം 39:2, 39:3, 5-ാം വാക്യത്തിലും 21-ാം വാക്യത്തിലും 23-ാം വാക്യത്തിലും ആവർത്തിച്ച് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. ഹല്ലേലൂയ. യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. യാക്കോബിന്റെ പ്രിയ മകനായി ജീവിച്ചപ്പോൾ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. സഹോദരങ്ങളുടെ വെറുപ്പിന് പാത്രീഭൂതനായപ്പോൾ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. തന്നെ കൊല്ലാൻ പിടിച്ചപ്പോൾ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു.
പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടപ്പോൾ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. മിദ്യാനി കച്ചവടക്കാർക്ക് വിറ്റഴിച്ചപ്പോൾ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. ഗ്രഹവിചാരകൻ ഒറ്റുകൊടുത്തപ്പോൾ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. പ്രലോഭനങ്ങളിൽ വീണുപോകാതിരിപ്പാൻ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. ഫറവോന്റെ മുമ്പിൽ നിന്നപ്പോൾ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. മിസ്രയീമിൽ രണ്ടാമനായി അവനെ ഉയർത്തിയപ്പോൾ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. സഹോദരങ്ങളോട് ക്ഷമിച്ചപ്പോൾ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. ഹല്ലേലൂയ. ദൈവം ഒരു നാളും ജോസഫിനെ തള്ളിക്കളഞ്ഞില്ല, ഒരു നാളും അവനെ വിട്ടില്ല. ദൈവത്തെ വിട്ട് ഒരിക്കൽ പോലും ജോസഫ് അകന്നു പോയില്ല. 110 വയസ്സ് വരെ ദൈവത്തിന്റെ സ്വപ്നം പൂർത്തിയാക്കാൻ ജീവിതം സമർപ്പിച്ച് ഭക്തനായ മനുഷ്യനായി നാം ജോസഫിനെ ഈ രാത്രി ധ്യാനിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ വഴികളിൽ നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം തിരിച്ചറിയാൻ, അതിനെ നിറവേറ്റാൻ നമ്മെ സമർപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ഫലദായകമായി മാറുന്നത്. ഈ തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ 17-ാമത്തെ വയസ്സിൽ മരണത്തോട് മല്ലടിച്ച്, ക്യാൻസർ ബാധിച്ച് മരണത്തോട് മല്ലടിച്ച് JV പീറ്റർ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് സ്വർഗം ഉത്തരം നൽകി. തന്നെ തൊട്ടു, അത്ഭുതകരമായി വിടുവിച്ചു. സുവിശേഷ വേലയ്ക്ക് ചുമല് കൊടുക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. കുടുംബമായി ചങ്ങനാശ്ശേരിയിലെ ഒരു വാടക വീട്ടിൽ 1978 പാർക്കുമ്പോഴാണ് തൻ്റെ ഭാര്യയും 3 മക്കളും മാരകമായ ജ്വരപ്പനി ബാധിച്ച് കിടപ്പിലായത്. മരണകരമായ രോഗമാണ്. വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ല. സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലം. ദൈവം കരഞ്ഞു പറഞ്ഞു, തമ്പുരാനെ എന്തുകൊണ്ടിങ്ങനെ പരീക്ഷിക്കുന്നു? ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാവരും രോഗബാധിതരാണല്ലോ. അന്ന് രാത്രിയിൽ ദൈവം തമ്പുരാൻ തന്നോട് വളരെ വ്യക്തമായി സംസാരിച്ചു, കൃത്യമായി ഇടപെട്ടു. തന്റെ ഗിറ്റാർ മടിയിൽ വെച്ച് ആ വെളിപാടിന്റെ പ്രതിഫലനമായി, അതിനുള്ള പ്രതികരണമായി ഭക്തൻ ആ രാത്രി ഇങ്ങനെ പാടി. പ്രിയരെ, എന്താ പാടിയത്? തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ, കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കളിമണ്ണിന് സ്വതവേ യാതൊരു ഭംഗിയുമില്ല. കളിമണ്ണിന് സ്വതവേ ആകൃതിയില്ല. കളിമണ്ണിന് സ്വതവേ മനോഹാരിതയില്ല. വെയിലേറ്റാൽ അത് വിണ്ടുകീറും, മഴ പെയ്താൽ അത് ചെളിയായിത്തീരും. മഴ പെയ്താൽ ചെളിയാകുന്ന, വെയിലേറ്റാൽ വിണ്ടുകീറുന്ന കളിമണ്ണ് ഒരു നല്ല കുശവന്റെ പണിശാലിൽ എത്തപ്പെടാൻ ഭാഗ്യമുണ്ടായാൽ ആ കുശവനതിനെ തന്റെ ചക്രത്തിന്മേൽ വെച്ച് തന്റെ കരം കൊണ്ട് നന്നായി കുഴച്ച് പദം വരുത്തി തന്നെ മനസ്സിനിണങ്ങിയ മനോഹരമായ പാത്രമാക്കി മെനയും. ഹല്ലേലൂയ. നല്ല കുശവനായ തമ്പുരാന്റെ പാദപീഠത്തിൽ ചേർന്നിരുന്ന് വചനം പഠിക്കുന്ന ദൈവവചനമേ, നമുക്ക് കളിമണ്ണിനെ കുശവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ജീവിതമാകുന്ന കളിമണ്ണിനെ തമ്പുരാന്റെ കരങ്ങൾ ഏൽപ്പിച്ചിട്ട് ഒന്ന് പറഞ്ഞാട്ടെ, കർത്താവേ, നിന്റെ ചക്രത്തിന്മേൽ വെച്ച് നിന്റെ കരം കൊണ്ട് നന്നായി കുഴച്ച് പദം വരുത്തി നിന്റെ സ്വപ്നം എന്നിൽ നിറവേറപ്പെടാൻ എന്നെ ഈ രാത്രി സമർപ്പിക്കുന്നുവെന്ന് ആര് പ്രാർത്ഥിക്കും അവരെ ദൈവം അനുഗ്രഹിക്കും. ഫലദായകമായ ജീവിതത്തിനായി അവൻ നിന്നെ രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 2, പ്രലോഭനങ്ങളെ അതിജീവിച്ച് ജയജീവിതം, വിജയകരമായ ജീവിതം നയിച്ചവനാണ് ജോസഫ്. ജോസഫേ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം നിറവേറ്റുക എളുപ്പമല്ല, അത് ശ്രമകരമാണ്. നീ വലിയ വില നൽകേണ്ട വഴിയാണത്. യേശുവും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മൈ ഡിസൈപ്പിൾഷിപ്പ് ഈസ് എ കോസ്റ്റ്ലി ഡിസൈപ്പിൾഷിപ്പ്. എൻ്റെ ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ വില നൽകാൻ തയ്യാറുള്ളവന് മാത്രമേ ശിഷ്യനാകാൻ കഴിയൂ. ജോസഫേ, നീ ചെറുപ്പമാണ്. യൗവനത്തിൻ്റെ എല്ലാ പ്രലോഭനങ്ങളും എല്ലാ പരീക്ഷണങ്ങളും സ്വാധീനങ്ങളും നിന്റെ മുമ്പിലുണ്ട്. ദൈവത്തിൻ്റെ സ്വപ്നമാണ് നീ, ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ് നീ.
ദൈവത്തിന്റെ പദ്ധതിയാണ് നീ. അത് നിറവേറുക എളുപ്പമല്ല. ജോസഫ് ഇപ്പോൾ പൊത്തീഫറിന്റെ കൊട്ടാരത്തിൽ സർവസ്വതന്ത്രനായി ജീവിക്കുകയാണ്. യജമാന്റെ ഇഷ്ടദാസനാണ്, ഗ്രഹവിചാരകനാണ്, എല്ലാറ്റിനെയും സൂക്ഷിപ്പുകാരനാണ്. ജോസഫിനെ കുറിച്ച് 39 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ അവന്റെ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ കോമളൻ, മനോഹര രൂപി, സുന്ദരൻ. അതുകൊണ്ട് തന്നെ യജമാന്റെ ഭാര്യയുടെ കണ്ണ് ജോസഫിന്റെ മുകളിൽ പതിയുകയാണ്. പ്രലോഭനങ്ങളേറെ. ജോസഫേ, നീ ഒറ്റയ്ക്കാണ്, ഇവിടെ ആരും ഇല്ല, ആരും അറിയില്ല. തുടർമാനമായി നിർബന്ധമുണ്ട് ഈ യജമാന്റെ ഭാര്യയിൽ നിന്ന്. എന്തുകൊണ്ട് നിനക്ക് ആയിക്കൂടാ? സാഹചര്യങ്ങൾ അനുകൂലമാണ്, എല്ലാവരും ഇങ്ങനെയൊക്കെയാണ്. അത്ര വിശുദ്ധനാകേണ്ട കാര്യമില്ല. നീ പിടിക്കപ്പെടാൻ എളുപ്പമല്ല. നീ ഗ്രഹവിചാരകനാണ്. ഒരുപാട് പ്രലോഭനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ജോസഫിന്റെ ഉള്ളിലേക്ക് പിശാച് കൊണ്ടുവന്നപ്പോൾ ജോസഫ് പറഞ്ഞ മറുപടിയുണ്ട്, നോ, ഞാൻ ദൈവത്തിന്റെ സ്വപ്നമാണ്, ദൈവത്തിന്റെ സ്വപ്നമാണ് ഞാൻ. 39 അധ്യായത്തിന് 9 വാക്യം ജോസഫ് ചോദിക്കുന്നു, ഞാൻ എങ്ങനെ എന്റെ ദൈവത്തോട് പാപം ചെയ്യും? ഹൗ വിൽ ഐ സിൻ അഗൈൻസ്റ്റ് മൈ ഗോഡ്? ഇതൊരു ഉടമ്പടി ജീവിതമാണ്, ഇതൊരു കവനന്റൽ റിലേഷൻഷിപ്പാണ്. ഹൗ ക്യാൻ ഐ ബ്രേക്ക് മൈ കവനന്റ്? എന്റെ ഉടമ്പടി എങ്ങനെ ഞാൻ ലംഘിക്കും? ജോസഫിന്റെ ഉടുതുണി പോയി, അവന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടില്ല. അനേകർക്ക് ഉടുതുണിയുണ്ട്, വിശുദ്ധിയില്ല, മനസാക്ഷിയില്ല. ഒരു കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞ് ഒരു യൗവനക്കാരൻ എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ കൈ എൻ്റെ ശിരസിന്മേൽ വെച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, എന്താ മോനെ പ്രാർത്ഥനാ വിഷയം? അച്ഛാ, കുറ്റബോധത്തോടെ കുർബാന കൊള്ളുന്ന വ്യക്തിയാണ് ഞാൻ. കുർബാന കൊള്ളും, വീണ്ടും പാപം ചെയ്യും, വീണ്ടും കുറ്റബോധത്തോടെ വീണ്ടും കുർബാന കൊള്ളും. എന്റെ പാപത്തിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കച്ച. കുറ്റബോധത്തോടെ നാളുകളായി 32 വയസ്സുണ്ട് അച്ഛ, 32 വർഷമായി കുറ്റബോധത്തോടെ ജീവിക്കുക. ഇതൊരു ഉടമ്പടി ജീവിതമാണ്. ബോഡി ഈസ് എ ടെമ്പിൾ ഓഫ് ഗോഡ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, മാർത്തോമാ സഭയിലാണെങ്കിൽ 3 മാസം 6 മാസം പ്രായമുള്ളപ്പോൾ മാമോദിസയ്ക്ക് പൈതലിനെ കൊണ്ടുവരും. ഒരു ടവലിലോ വെള്ളത്തുണിയിലോ പൊരിഞ്ഞ് കാർമികൻ വിശുദ്ധ തൈലം തന്റെ പെരുവിരലിൽ പൂശി നെറ്റിത്തടത്തിലും നെഞ്ചത്തും കൈവെള്ളയിലും കാൽപ്പാരത്തിലും ശ്രീബാന്റെ അടയാളം വരച്ചിട്ട് പ്രകാരം പറയും, ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. യു ആർ ദി ടെമ്പിൾ ഓഫ് ഗോഡ്, കോൺസിക്രേറ്റഡ്, ഹോളി, സെറ്റ് അപ്പാർട്ടഡ്. വേർതിരിക്കപ്പെട്ട ജീവിതമാണ് നിന്റേത്. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നു. ഹല്ലേലൂയ. പ്രായമേറിയാലും കാലമേറെ കഴിഞ്ഞാലും നെറ്റിത്തടത്തിലും നെഞ്ചക്കുഴിയിലും കൈവെള്ളയിലും കാൽപ്പാരത്തിലും വേർതിരിക്കപ്പെട്ട കുരിശടയാളമുണ്ടെന്നുള്ളത് മറന്നുപോയാൽ ജീവിതം തകർന്നു പോകും. I am separated, I am consecrated, I am holy. ഇതൊരു അക്കൗണ്ടബിലിറ്റിയുടെ ജീവിതമാണ്, കണക്ക് കൊടുക്കേണ്ട ജീവിതമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, never cover your sin and never hide your sin and never justify your sin. പാപത്തെ മറക്കരുത്, പാപത്തെ മൂടരുത്, പാപത്തെ നീതീകരിക്കരുത്. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. എന്താ വില? എന്റെ വില എന്താ? നിങ്ങളുടെ വില എന്താ? പൊന്നോ വെള്ളിയോ മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല. ക്രിസ്തുവേശുവെന്ന നിർമ്മലവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ ചങ്കിലെച്ചുവറിയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന ബോധ്യമുണ്ടെങ്കിൽ വില കുറഞ്ഞ ജീവിതം പാടില്ല. ടു ലീഡ് എ കോസ്റ്റ്ലി, വിലയേറിയ ജീവിതം നയിപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. ഗലാത്യ സഭയോട് പൗലോസ് പറയുന്നു, 5 അധ്യായത്തിന്റെ 16 വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. 2 തിമോത്തിയോസ് 2:22 പൗലോസ് ശ്ലീഹ വീണ്ടും പറയുന്നു, യൗവന മോഹങ്ങളെ വിട്ടോടുക. ഗലാത്യർ 5:24 വീണ്ടും വായിക്കട്ടെ, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന് രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. ക്രൂസിഫൈ ദി ഫ്ലഷ് വിത്ത് ഓൾ ഇറ്റ്സ് പാഷൻസ് ആൻഡ് ഡിസയേഴ്സ് എന്നാണ്. ക്രൂസിഫൈ, നിന്റെ പാപ ജഡീക
താല്പര്യങ്ങളെ ക്രൂശിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് ഒരു ഫലദായകമായ ജീവിതം നയിപ്പാൻ കഴിയുക. ഇതിനകത്തല്ലാതെ മാജിക് ഇല്ല. ഏറെ ഭയത്തോടെയാണ് ഈ വചനം പ്രഘോഷിക്കുന്നത്. ഇത് ഇരുവായ്ത്തലയുള്ള വാളാണ്. അങ്ങനെയല്ലേ വചനം പറയുന്നത്? പ്രഘോഷിക്കുന്നവനെയും കേൾക്കുന്നവനെയും ഒരുപോലെ ന്യായം വിധിക്കുന്ന വചനമാണ്. രണ്ടു വായ്ത്തലയുണ്ടതിന്. ഈ പ്രഘോഷിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരു നാളിൽ ഈ വചനത്തിന് കണക്ക് പറയേണ്ട ദിവസമുണ്ട്. 2020 വരെ ജീവിച്ചുള്ളായിരുന്നുവെങ്കിൽ 20 വരെയുള്ള കണക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. 21 ഫെബ്രുവരി 18 വരെയുള്ള കണക്ക് പറയണം. Hallelujah. We have to lead a costly life. പാപസ്വാധീനങ്ങൾ പെരുകുന്ന ഒരു കാലമാണ്. മദ്യപാനം, പുകവലി, അരുതാത്ത ബന്ധങ്ങൾ, പോണോഗ്രഫി അഡിക്ഷൻ, അവിശുദ്ധ ശീലങ്ങൾ ഇതേറെ പെരുകുന്ന കാലമാണ്. പാപത്തെ നിസ്സാരമായി കാണുന്ന ഒരു കാലത്തിലൂടെയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പൗലോസ്ലീഹ പറയുന്നില്ലേ, തൻ്റെ മരണക്കിടക്കയിൽ വെച്ച് തിമോത്തിയോസ് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് ഇപ്രകാരം പറയുന്നു: തിമോത്തിയോസേ, ഞാൻ നന്നായി ജീവിച്ചു എന്നല്ല, 34ഓളം വർഷം തമ്പുരാന് വേണ്ടി പോർക്കളത്തിൽ അടരാടിയ ഭക്തൻ പറയുകയാണ്, തിമോത്തിയോസേ, ഞാൻ നന്നായി ജീവിച്ചു എന്നല്ല, ഞാൻ നല്ല പോർ പൊരുതു. I have fought a good battle. ഞാനൊരു യുദ്ധഭൂമിയിലായിരുന്നു. പാപസ്വാധീനങ്ങളുടെ മുമ്പിൽ, ഇച്ഛിക്കാത്ത തിന്മയുടെ പ്രേരണകളുടെ മുമ്പിൽ, ഏറെ വീണുപോകേണ്ട രംഗങ്ങളിൽ വീണുപോകാതെ വിശുദ്ധിയോടെ ജീവിച്ച ഒരു ജീവനത്തിനുടമയാണ് ഞാനെന്ന് പൗലോസ്ലീഹ തിമോത്തിയോസിന് പറയുകയാണ്. ഞാൻ നല്ല പോർ പൊരുതു. ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഒരു പോരാട്ടക്കളത്തിലാണ്. കർത്താവ് പറയുന്നു നമ്മോട്, നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകൾ പോലെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾക്ക് ആവശ്യം ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടാകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം സിംഹത്തിന്റെ ശക്തി എന്നല്ല യേശു തമ്പുരാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആവശ്യം പാമ്പിന്റെ ബുദ്ധി, പ്രാവിന്റെ നിഷ്കളങ്കത. എന്താ പാമ്പിന്റെ ബുദ്ധി? പാമ്പിന്റെ ബുദ്ധി മറ്റൊന്നുമല്ല, പോകുന്ന വഴിയിൽ അപകടമുണ്ടെങ്കിൽ, അപായ സൂചനയുണ്ടെങ്കിൽ പാമ്പ് വഴി പോകില്ല. പ്രിയമുള്ളവരെ, എന്ന് സത്യസുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, പോകുന്ന വഴികളിൽ, കാണുന്ന കാഴ്ചകളിൽ, പുലർത്തുന്ന ശീലങ്ങളിൽ, രഹസ്യജീവിത വഴികളിൽ പാപത്തിന്റെ സ്വാധീനം, മദ്യപാനത്തിന്റെ ആസക്തി, പുകവലിയുടെ ആസക്തി, അവിശുദ്ധ ബന്ധങ്ങളുടെ അനുഭവങ്ങൾ പുലർത്തുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. അല്ലെങ്കിൽ ഈ സുവിശേഷം പ്രഘോഷിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കൊട്ടാരത്തിനുള്ളിലും കൊട്ടാരത്തിന് പുറത്തും ജോസഫ് വിശുദ്ധനായിരുന്നു. ഇത് അപകടകരമായ ഒരു യാത്രയാണ്. നിസ്സാരമായി ഇതിനെ കാണാൻ പാടില്ല. അതുകൊണ്ട് ഭക്തനായ മൂത്താമ്പാക്കൽ സാധു കൊച്ചുമുരേശി ഇങ്ങനെ പാടിയത്: കർത്താവേ, വിശ്വാസ പോരിൽ തോൽക്കാരെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. കേട്ടോ, കർത്താവേ, വിശ്വാസ പോരിൽ തോൽക്കാരെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശ മേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ മുൻപിൽ കാണേണമേ. ആകാശ മേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ മുൻപിൽ കാണേണമേ. എന്താ പാടിയത്? കർത്താവേ, വിശ്വാസ പോരിൽ. ഹല്ലേലൂയ. എൻ്റെ സ്വദേശം കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരാണ്. ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് ആലുവ സെന്റ് തോമസ് മാർത്തോമാ ഇടവകയിലാണ്. 15-ാമത്തെ വയസ്സിൽ പപ്പ നൽകിയ വേദപുസ്തകമാണിത്. കർത്താവിന് വേലയ്ക്ക് വേണ്ടി വചനം പഠിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന 1986 ജൂൺ മാസം 10-ാം തീയതി വൈദിക സെമിനാരിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് പിതാവ് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് നൽകിയ വേദപുസ്തകമാണിത്. 35 വർഷം കഴിയുന്നു പ്രിയരെ. ഇന്ന് ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ എൻ്റെ മാതാപിതാക്കൾ, പപ്പായും അമ്മച്ചിയും ചാത്തന്നൂരിൽ വീട്ടിലിരുന്ന് ഇത് കേൾക്കുകയല്ല, ഒരു പ്രാർത്ഥിക്കുകയാണ് എനിക്ക് വേണ്ടി. എന്നോട് എൻ്റെ പിതാവ് എപ്പോഴും പറയും, മോനെ,
ധരിക്കുന്ന വസ്ത്രത്തിന്റെ വെണ്മ നിന്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടാവണം എന്ന് കളങ്കപ്പെട്ടു ഈ ശുശ്രൂഷ അവസാനിക്കും. ധരിക്കുന്ന വസ്ത്രത്തിന്റെ വെണ്മ നിന്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടാവണം. ഇതൊരു ഉടമ്പടിയുടെ ജീവിതമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ വഴികളിൽ നാം അത് മറന്നു പോകാൻ പാടില്ല. ജോസഫ് ജീവിതത്തിന്റെ പ്രലോഭനങ്ങളുടെ നടുവിൽ പതറിപ്പോകാതെ അതിനെ അതിജീവിച്ച് ജയജീവിതത്തിനുടമയായിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ ചിന്തയാണ്. 3, ഉയർച്ചകളിലും താഴ്മ ധരിച്ച ജീവിതമാണ് ജോസഫിന്റെ ജീവിതം. ഉയർച്ചകളിലും താഴ്മ ധരിച്ച ജീവിതമാണ്. ഒരു സ്വപ്നത്തിൽ തുടങ്ങിയ ജീവിതം ജോസഫിനെ എത്തിച്ചത് ഫറവോന്റെ കൊട്ടാരത്തിലെ മേലധികാരി, മിസ്രൈം രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന പദവിയിലാണ്. 49-ാം അധ്യായത്തിന്റെ 40 മുതലുള്ള വാക്യങ്ങളിൽ ഫറവോൻ പറയുന്നു, നീ എൻ്റെ ഗ്രഹത്തിന് മേലധികാരിയാകും, നിന്റെ വാക്ക് എന്നെ ജനമെല്ലാം അനുസരിച്ച് നടക്കും, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനാകും. ശ്രദ്ധിക്കണം പ്രിയരെ, ഫറവോൻ മുദ്രമോദരമൂരി ജോസഫിനെ അണിയിച്ചു, നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു, സ്വർണ സരപ്പളി കഴുത്തിൽ അണിയിച്ചു. തന്റെ 2-ാം രഥത്തിൽ ഫറവോൻ ജോസഫിനെ കയറ്റി. എന്നിട്ട് ഇങ്ങനെ കൽപ്പിച്ചു, എല്ലാവരും ഫറവോനെ മുട്ടുകുത്തി നമസ്കരിക്കണം. അർത്ഥാൽ ഫറവോന്റെ ദൈവത്തെ എല്ലാവരും നമസ്കരിക്കണം. ഇതെല്ലാം കാണുമ്പോൾ ജോസഫ് വിനയാന്വിതനായി ഫറവോനോട് പറയുകയാണ്, ഫറവോനെ, ഇതൊന്നും എൻ്റെ കഴിവല്ല, എന്നെ മിടുക്കല്ല, ഇതിന്റെ ഉയർച്ചയുടെ രഹസ്യം ഞാൻ നിന്നോട് പറയാം, ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിന് യോസഫ് ഫറവോനോട് 41-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ, ഞാനല്ല, ദൈവം സ്വപ്നം വ്യാഖ്യാനിപ്പാൻ എന്നെ ശക്തീകരിച്ചത് എന്റെ ബുദ്ധിയല്ല, ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കൃപയാണ്. എന്തെങ്കിലും ആയിത്തീർന്നെങ്കിൽ, ഞാൻ ഇത്രമാത്രം ആദരിക്കപ്പെടാൻ കാരണമായെങ്കിൽ എൻ്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, എൻ്റെ ദൈവം എന്നിൽ പ്രവർത്തിച്ചതാണെന്ന് വിനയത്തോടെ സമ്മതിപ്പാൻ ജോസഫിന് സാധിച്ചു. മമ്രയുടെ തോപ്പിൽ കൂടാരവാതിക്കലിരുന്ന് അബ്രഹാം പിതാവിന്റെ അരികിലൂടെ നടന്നുപോയ ദൈവപുരുഷന്മാരെ കണ്ടപ്പോൾ അബ്രഹാം പിതാവ് ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞുവെന്നാണ്. നിലം വരെ കുനിഞ്ഞിട്ട് പ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വന്ന് അപ്പം കഴിച്ച് വിശ്രമിച്ചിട്ട് മടങ്ങിപ്പോകാം. ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. എപ്പോഴാണ്? 99-ാമത്തെ വയസ്സിൽ. ദി മാക്സിമം പോസിബിൾ ഹ്യൂമിലിറ്റിയാണ്. ഇനിയും കുനിയണമെങ്കിൽ മണ്ണ് മാറ്റണം. 99-ാമത്തെ വയസ്സിലും വിനയാന്വിതനായ അബ്രഹാം പിതാവ് വിശ്വാസികളുടെ പിതാവായി മാറ്റപ്പെടുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് 2 സിംഹാസനങ്ങളേ ഉള്ളൂ. ഒന്ന് സ്വർഗമാണെങ്കിൽ 2 താഴ്മയുള്ളവന്റെ ഹൃദയമാണ്. ഒന്ന് സ്വർഗമാണ്, 2 താഴ്മയുള്ളവന്റെ ഹൃദയമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 2 പേരുടെ പ്രാർത്ഥനയെ കുറിച്ച് യേശു തമ്പുരാൻ പറഞ്ഞ ഉപമയിൽ ഒരു മുന്നറിയിപ്പായി നാം വായിക്കുന്നത്, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും. നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവമെന്ന് ശലോമോൻ തന്റെ സദൃശ്യവാക്യങ്ങൾ പങ്കുവയ്ക്കുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ മറന്നു പോകാൻ പാടില്ല, വിനയാന്വിതരായി ജീവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഒന്നിലും നിഗളിക്കാൻ പാടില്ല, ഒന്നിലും അഹങ്കരിക്കാൻ പാടില്ല. COVID-19 നമ്മെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചുവെന്ന് നാം വെറുതെ പറയുന്നുണ്ട്. പക്ഷെ നാം ഒന്നും പഠിച്ചില്ല, നാം അതൊന്നും മനഃപ്പാഠമാക്കുന്നില്ല. എന്റെ ദൈവം പരമാധികാരിയാണെന്നുള്ള സത്യം ഇന്നും ഉൾക്കൊള്ളാൻ നമുക്ക് മനസ്സില്ല. എവിടെ വാക്സിൻ? ട്രസ്റ്റ്. നാം കിട്ടുന്ന മൊബൈലിലെ റിംഗ് ടോൺ അങ്ങനെയാ പറയുന്നത്, ട്രസ്റ്റ് ഇന്ത്യൻ വാക്സിൻ. നിങ്ങൾ വിശ്വസിച്ച് ഉപയോഗിക്കുക വാക്സിൻ. ഇത് COVID-19 പ്രതിരോധത്തിന് ഇത് ശക്തമാണെന്ന് പറയാൻ ധൈര്യമുള്ള ഒരു സയന്റിസ്റ്റും ഇല്ല. മൈ ഗോഡ് ഈസ് സോവറിൻ. എന്റെ ദൈവം പരമാധികാരിയാണ്. വേറെ ആർക്കും ആ പരമാധികാരമില്ല. വിനയപ്പെടണം പ്രിയരെ, ഒന്നിലും നിഗളിക്കാൻ പാടില്ല. ഈ പുറത്തേക്ക് പോകുന്ന ശ്വാസം തിരികെ വലിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. ഇമ അടയാനും കുറക്കാനും കഴിയുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. ബാംഗ്ലൂരിലെ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ ഒരു പ്രൊഫസറാണ്, കോളേജ് അധ്യാപകനാണ്. അദ്ദേഹം അധ്യാപന ശുശ്രൂഷ രാജിവെച്ചു, റിസൈൻ ചെയ്തു. കാരണം എന്താണ്? കണ്ണിന് ബാധിച്ച രോഗമാണ്. എന്താ കണ്ണിന് ബാധിച്ച രോഗം?
കൺപോളകൾ അടയ്ക്കാനും തുറക്കാനുമുള്ള ശേഷി കുറഞ്ഞു. ഇടത്തെ കണ്ണിന് തുടങ്ങി വലത്തെ കണ്ണിലും വ്യാപിച്ചപ്പോൾ കണ്ണടഞ്ഞ് ഇരിക്കത്തുള്ളൂ, തുറന്നു വെക്കാനുള്ള ബലമില്ല. അതിന് നെർവ് വീക്കായി പോയി. വളരെ ഗുരുതരമായ രോഗമാണ്. അപൂർവമായ രോഗമാണ് പ്രിയരെ. ഭാര്യ പിടിച്ചെന്നെ മുമ്പിൽ കൊണ്ടിരുത്തി. എന്നോട് പറഞ്ഞു, സോറി അച്ഛനെ കാണാൻ പറ്റുന്നില്ല, ഞാനൊന്ന് കണ്ടോട്ടെ അച്ഛനെ. അദ്ദേഹം വിരൽ രണ്ടും കൺപോളയിൽ ഇങ്ങനെ പിടിച്ച് തുറന്ന് 1 മിനിറ്റോളം എന്നെ നോക്കി. കണ്ണ് നിറഞ്ഞൊഴുകി. കൈവിട്ടപ്പോൾ കണ്ണടഞ്ഞുപോയി. അദ്ദേഹം പറഞ്ഞു, അച്ഛാ 50-ാമത്തെ വയസ്സിൽ ബാധിച്ച രോഗമാണിത്, കണ്ണ് തുറന്നു വയ്ക്കാൻ പറ്റില്ല, എപ്പോഴും അടഞ്ഞിരിക്കൂ, നല്ല കാഴ്ചയുണ്ട് അച്ഛാ, ഇതിന് മരുന്നില്ല. ഞാൻ ഓർത്തു, ദൈവമേ, നാഴിക്ക് 40 വട്ടം എൻ്റെ കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യുന്ന ഞാൻ ഒരിക്കൽ പോലും ദൈവത്തിന് നന്ദി പറയാറില്ല. ഇത് ഓട്ടോമാറ്റിക്കാണ്, ഞാൻ കരുതി പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും വിസ്മരിക്കരുത്, ദൈവത്തിന്റെ കരുണയല്ലാതെ ജീവിതത്തിന് ബലമെന്ന് പറയാൻ ഒന്നുമില്ല. 23 ലക്ഷം പേര് ഈ ഭൂമിയിൽ COVID-19 മൃതിയടഞ്ഞപ്പോൾ നിന്റെ ആയുസ് ഈ ഭൂമിയിൽ ബാക്കിയായത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. ഞാനോ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. ഉണർന്ന ശീലമുള്ളത് കൊണ്ടല്ല, ഭാര്യ വിളിച്ചുണർത്തിയത് കൊണ്ടല്ല, പള്ളിയിലെ മണികേട്ട് ഉണർന്നതല്ല, നിന്നെ താങ്ങാൻ വെട്ടിക്കളയാതെ നിർത്തുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട്. ഹല്ലേലൂയ. സ്തോത്ര ഹല്ലേലൂയ പറയാൻ ശീലമില്ലായിരിക്കാൻ ഇവിടെ കുഴപ്പമില്ല. പക്ഷെ ഞാനിത് പറയാതെ പ്രസംഗം പോകത്തില്ല, അതുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഞാനായ കൺവെൻഷനിൽ ആദ്യമായിട്ടാണ് അച്ഛൻ പ്രസംഗിക്കുന്നത്. ക്ഷമിക്കുക പ്രിയരെ, ഇത് പറയാതെ വചനം മുമ്പോട്ട് പോകില്ല. ഹല്ലേലൂയ. നിന്നെ ഉറങ്ങാതെ മയങ്ങാതെ പരിപാലിക്കുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട് ഒന്നിലും നിഗളിച്ചു പോകാൻ പാടില്ല. ആലുവയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു അങ്കിൾ എന്നെ വിളിച്ചു, അച്ഛൻ എൻ്റെ പള്ളിയിൽ കൺവെൻഷൻ വന്നിട്ടില്ലേ, അച്ഛൻ എൻ്റെ മകൻ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, അച്ഛൻ വന്നതിന് എൻ്റെ മകനെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വരാം. ഞാൻ പിറ്റേ ദിവസം അമൃത ഹോസ്പിറ്റലിൽ പോയി. ആലുവയിൽ നിന്ന് കാറിൽ പോയി. അങ്കിൾ പറഞ്ഞതനുസരിച്ച് 5ാമത്തെ നിലയിൽ ടവർ 5-ൽ ഐസൊലേഷൻ റൂമിലാണ് ഈ പൈതൽ. സാംസങ് കമ്പനിയിലെ സീനിയർ മോസ്റ്റ് വ്യക്തിയാണ്. ഓസ്ട്രേലിയയിലെ അവരുടെ പ്രോജക്റ്റിന് ഹെഡായിട്ട് പോകാൻ എല്ലാ ഒരുക്കങ്ങളും നടത്തിയ യൗവനക്കാരനാണ്. 31 വയസ്സ് പ്രായം. പെട്ടെന്നുണ്ടായൊരു പനിയാണ്. ആ പനി മൂലം അവൻ വെല്ലൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ചികിത്സിച്ച് ഭേദമാകുന്നില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഡിസ്ചാർജായി തിരികെ പോകുക, വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്താൽ മടങ്ങി വരണ്ട, ഇതിന് മരുന്നില്ല. 31-ാമത്തെ വയസ്സിൽ മാരകരോഗം ബാധിച്ച് പൈതൽ അല്പം സുഖമായപ്പോൾ ബോംബെയിൽ തിരിച്ചുപോയി. തിരിച്ചു വീണ്ടും വന്നതാണ് അമൃത ഹോസ്പിറ്റലിലേക്ക്. ഞാൻ കാണുമ്പോൾ ഹൃദയഭേദകമായ കാഴ്ചയാണ്. ഞാൻ അകത്തേക്ക് പോകുമ്പോൾ തന്നെ സിസ്റ്റർ ഓടി വന്ന് പറഞ്ഞു, അച്ഛൻ ഐസൊലേഷൻ റൂമിലാണോ? ഞാൻ പറഞ്ഞു, അതെ. അച്ഛൻ ഇത് ഒന്ന് വെയിറ്റ് ചെയ്യണം, അച്ഛനൊരു കിറ്റ് തരാം. അവർ ഒരു മാസ്ക്, ഒരു ഓവർ കോട്ട്, ഒരു പുതിയ സാൻഡലൊക്കെ എനിക്ക് തന്നു. എന്നോട് പറഞ്ഞു, അച്ഛൻ സാനിറ്റൈസ് ചെയ്യണം കൈ, ഈ ചപ്പലിടണം, ഈ കോട്ട് ധരിക്കണം, 7 മിനിറ്റിൽ കൂടുതൽ റൂമിൽ നിൽക്കരുത്, ഐസൊലേഷൻ വാർഡാണ്. ഞാൻ പറഞ്ഞു, ശരി സിസ്റ്ററെ. ഞാൻ അകത്ത് പോയി. ഹൃദയഭേദകമായ കാഴ്ച. 31 വയസ്സുള്ള യൗവനക്കാരൻ, മിടുമിടുക്കൻ, സാംസങ് കമ്പനിയുടെ ഏറ്റവും ഉന്നതനായ മനുഷ്യൻ, ഓസ്ട്രേലിയൻ പ്രോജക്റ്റിന് ഹെഡായി പോകുന്ന യൗവനക്കാരൻ. വിവാഹം കഴിച്ചിട്ട് ഭാര്യ 1.5 വർഷമായുള്ളൂ. കുടുംബജീവിതം. പെറ്റതള്ളി അടുത്ത് നിൽപ്പുണ്ട്, അപ്പൻ അടുത്ത് നിൽപ്പുണ്ട്. അവന്റെ ശരീരം മുഴുവൻ ക്ഷയിച്ചു പോയി, മരണത്തോട് മല്ലടിക്കുകയാണ്. അപ്പൻ പറഞ്ഞു, മോനെ വിളിക്ക്, മോനെ കണ്ണു തുറക്ക്. അവൻ കണ്ണു തുറന്നു. അച്ഛനെ കണ്ടു. അവൻ തലപതുക്കി ഒന്ന് ചരിച്ചു. അച്ഛനോട് സംസാരിക്ക്, അച്ഛനോട് എന്തെങ്കിലും ചോദിച്ചേ, പ്രാർത്ഥിക്കാൻ പറഞ്ഞ്. അവൻ പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നാവ് പൊങ്ങുന്നില്ല, ശബ്ദം വരുന്നുണ്ട്, കണ്ണു നിറഞ്ഞൊഴുകുന്നു. അങ്ങൾ പറയണച്ചാ അവന്റെ വായിൽ നിന്നൊരു ശബ്ദം കേട്ടിട്ട് 3 മാസമായച്ചാ അവന് നാവ് താണുപോയി. സങ്കടകരമായ കാഴ്ച. 5 മിനിറ്റായി ഞാൻ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. വിറയ്ക്കുന്ന കരങ്ങളോട് പ്രാർത്ഥിച്ച് മടങ്ങി. ലിഫ്റ്റിൽ കയറിയപ്പോൾ എൻ്റെ കൂടെ അങ്കിളും കയറി. ഞാനും അങ്കിളും മാത്രം. എന്റെ കയ്യിൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാവിട്ട് കരഞ്ഞു. പറഞ്ഞു, എൻ്റെ അച്ഛാ, എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു വച്ച, എന്തുകൊണ്ടിങ്ങനെ? ഹ്യൂമൻ കാൽക്കുലേഷൻസ് can always fail. ഒന്നിലും നിഗളിക്കരുത് പ്രിയരെ, ഒന്നിലും അഹങ്കരിക്കരുത്. ഫറവോന് 2-ാം രഥത്തിൽ സ്വർണ്ണ സരപ്പളി ധരിച്ച്, നേർമയുള്ള വസ്ത്രം ധരിച്ച് ദേശത്തെ ജനം മുഴുവൻ തന്നെ മുമ്പിൽ വണങ്ങുമ്പോൾ ഫറവോന് മുമ്പിൽ ധൈര്യമായി ജോസഫ് പറഞ്ഞു, ഇത് ഞാനല്ല, ദൈവമോ, എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല.
ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒത്തിരി വിനയപ്പെടണം, ഒരുപാട് താഴണം. നോമ്പ് നമ്മെ വിളിക്കുന്നതിന് വേണ്ടിയാ. ഒത്തിരി വിനയപ്പെടണം, നിലം വരെ കുനിയണം, കുറച്ച് സംസാരിക്കണം. എത്രത്തോളം ശാന്തമായിരിക്കാൻ കഴിയുമ്പോൾ ശാന്തമായിരിക്കണം. ജീവിതത്തെ അവലോകനം ചെയ്യണം, കുറവുകളെ തിരിച്ചറിയണം, തിരുത്തപ്പെടണം. ഹല്ലേലൂയ. അങ്ങനെ ആ കൺവെൻഷൻ, എത്ര പേർ ഈ കൺവെൻഷനിൽ ലോഗിൻ ചെയ്തു? അതല്ല ജ്ഞാനായ കൺവെൻഷന്റെ വിജയം. എത്ര പേർ വചനം കേട്ട് മാനസാന്തരപ്പെട്ടു? അവിടെ ആ കൺവെൻഷന്റെ വിജയം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. 3, ക്ഷമയുടെ ശക്തിയെ തിരിച്ചറിഞ്ഞ ജീവിതമാണ് ജോസഫിൻ്റെത്. അനുരഞ്ജനത്തിന്റെ ആഴവുമായി ജോസഫിനെ നാം 4-ാമതായി കാണുന്നു. 45-ാം അധ്യായം ജോസഫും സഹോദരങ്ങളും തമ്മിലുള്ള അനുരഞ്ജനത്തിന്റെ അനുഭവം രേഖപ്പെടുത്തുന്ന അധ്യായമാണ്. ജോസഫ് ഉച്ചത്തിൽ കരഞ്ഞു. ഫറവോന്റെ കൊട്ടാരത്തിലെ 2-ാമൻ ഉറക്കെ കരഞ്ഞു. 45-1 തന്നെ അടക്കുവാൻ കഴിയാതെ സഹോദരങ്ങളെ ചുംബിച്ചു. 45-5 നാം വായിക്കുന്നത്, ജോസഫ് പറഞ്ഞത്, നിങ്ങൾ എന്നെ വിറ്റതല്ല, നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞതല്ല, നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചതല്ല, നിങ്ങൾ എന്നെ നാശത്തിനായി ചിന്തിച്ചതല്ല. ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ ഇവിടേക്ക് അയച്ചതാണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, നിങ്ങൾ എന്റെ കൂടെ യാത്ര ചെയ്യണം. നാം നിന്ദാപാത്രമായി തീരാതിരിപ്പാൻ, നമ്മുടെ തലമുറ പട്ടുപോകാതിരിപ്പാൻ, എൻ്റെ സഹോദരങ്ങൾ പട്ടിണി കിടന്ന് നശിക്കാതിരിപ്പാൻ, എൻ്റെ പിതാവ് വ്യസനത്തോടെ മരിക്കാതിരിക്കാൻ, നമ്മുടെ ദേശം ശാപഗ്രസ്തമായി തീരാതിരിപ്പാൻ ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയാണ് ഇത്. നിങ്ങൾ തിന്മയായി കരുതിയത് ദൈവം നന്മയ്ക്കാക്കി തീർത്തു. ഹല്ലേലൂയ. പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, കോപമില്ലാത്ത, ക്രോധമില്ലാത്ത, സ്നേഹത്തിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന, ക്ഷമയുടെ ആത്മാവിൽ പൊതിയപ്പെടുന്ന ഒരു ഭക്തനെയാണ് നാം 4-ാമതായി കാണുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഫാദർ ടോം ഉടന്നാലിനെ നമുക്കറിയാം. ഫാദർ ടോം ഉടന്നാൽ ഒരു സലേഷ്യൻ ഫാദറാണ്. 1 വർഷം 6 മാസം 8 ദിവസം യമനിലെ തീവ്രവാദികളുടെ പിടിയിൽ അമർന്നുപോയ ഒരു വൈദികന്റെ ജീവിതം നമ്മളും പ്രാർത്ഥിച്ചു സഭയായി. അച്ഛൻ്റെ വിടുതലിന് വേണ്ടി ദൈവം വിടുവിച്ചു. അച്ഛൻ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്, ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അച്ഛൻ ഇപ്പോൾ ബാംഗ്ലൂരിലെ സെമിനാരിയിലാണ്. അച്ഛൻ പറയുന്ന ഒരു സാക്ഷ്യം ഇതാണ്, അച്ഛൻ ഞാൻ എല്ലാ ദിവസവും ഈ 1 വർഷവും 6 മാസവും 8 ദിവസവും എല്ലാ ദിവസവും ഞാൻ കുർബാന ചൊല്ലുമായിരുന്നു. എല്ലാ ദിവസവും കുർബാന ചൊല്ലും. എൻ്റെ കണ്ണ് മൂടപ്പെട്ട കണ്ണാണ്, കറുത്ത തുണി കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. എന്നെ എവിടെ ഇരുത്തിയേക്കെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ കൂടെ ആരുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഇത്രയും നാളും 1 ദിവസം പോലും മുടങ്ങാതെ ഞാൻ കുർബാന ചൊല്ലി, അപ്പവീഞ്ഞുകളില്ലാതെ ദിവസവും കുർബാന അർപ്പിച്ചു. എന്നിട്ട് അച്ഛൻ പറയുകയാണ്, ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നെ പിടിച്ചുകൊണ്ടു പോകുന്ന ഈ യമനിലെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നും ക്ഷമയോടെ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ആരോടും പകയില്ല, എനിക്ക് ആരോടും വിദ്വേഷമില്ല. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അപ്പവീഞ്ഞുകളോടുകൂടെ, അൾത്താരയോടുകൂടെ കുർബാന കണ്ടുകൊണ്ട് കുർബാനയിൽ പങ്കുചേരുന്ന ദൈവജനമേ, കാലങ്ങളായി കുർബാന കണ്ടിട്ടും കുർബാന കൊണ്ടിട്ടും ഇന്നും ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എവിടെ നമ്മുടെ കുർബാന അർത്ഥപൂർണമായി തീരുന്നു? കുർബാനയില്ലാതെ, അപ്പവീഞ്ഞുകളില്ലാതെ, പള്ളിമണി കേൾക്കാതെ, അൾത്താരയില്ലാതെ, ധൂപകലശമില്ലാതെ കുർബാന ചൊല്ലിയ വൈദികൻ പറയുന്നു, ഞാൻ എല്ലാവരോടും ക്ഷമിച്ചു. 1 വർഷവും 6 മാസവും 8 ദിവസവും. തൃശ്ശൂരിലെ അമല ഹോസ്പിറ്റൽ പാലിയേറ്റീവ് കെയർ, മരണത്തോട് മല്ലടിക്കുന്ന 35 വയസ്സുകാരി, മാരകമായ ക്യാൻസർ ബാധിച്ച അവസാന നാളുകളാണ്. പാലിയേറ്റീവ് കെയറിൽ അവളെ കൊണ്ട് ആക്കി. കൂടെ ഒരു ഹോം നേഴ്സ് ഉണ്ട്. മോർഫിനാണ് കുത്തിവെക്കുന്നത്. ഗുരുതരമായ അവസ്ഥയിൽ പായോട് പറ്റി കിടക്കുന്ന യൗവനക്കാരി. ചപ്ലൈൻ അച്ഛൻ അവളെ കാണാൻ റൂമിൽ ചെന്നു. അവിടെ അരികിലിരുന്നു. സംസാരിപ്പാൻ ആരോഗ്യമില്ല. അരികിലിരുന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു. നെറ്റിത്തടത്തിൽ കുരിശ് വരച്ച് മടങ്ങി. പിറ്റേ ദിവസം വീണ്ടും അച്ഛൻ ചെന്നു. ചോദിച്ചു, എന്താ നിന്റെ പേര്? എൻ്റെ പേര് മഞ്ജു എന്നാണ് ഫാദറെ. എവിടെയാ മഞ്ജുവിൻ്റെ വീട്? ഇവിടെയാണ്. മഞ്ജു ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. മഞ്ജു, ആരും വന്നില്ലേ നിന്നെ കാണാൻ? നിന്റെ ഭർത്താവ്, മക്കൾ എവിടെയാണ്? മാതാപിതാക്കൾ എവിടെയാണ്? അച്ഛാ, അതൊന്നും ചോദിക്കണ്ട, അതൊക്കെ അടഞ്ഞ അധ്യായമാണ് അച്ഛാ. അച്ഛൻ ദയവായിട്ട് എന്നോടൊന്നും ചോദിക്കരുതേ. അച്ഛൻ വരുന്നത് നല്ലതാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ആശ്വാസമാണ്.
അച്ഛൻ്റെ സാന്നിധ്യം ഞാൻ വിലമതിക്കുന്നു. പക്ഷെ എൻ്റെ ഹിസ്റ്ററി അച്ഛൻ ചോദിക്കരുത്. അച്ഛൻ ഒന്നും മിണ്ടിയില്ല. അന്നും പ്രാർത്ഥിച്ച് അച്ഛൻ മടങ്ങി. 3-ാം ദിവസം വീണ്ടും അച്ഛൻ വന്നു. 4-ാം ദിവസവും വന്നു. എല്ലാ ദിവസവും അച്ഛൻ സ്ഥിരം സന്ദർശകനായി. ചോദിച്ചു, മഞ്ജു, എനിക്ക് ഉത്തരം കിട്ടിയില്ലല്ലോ, നീ വിവാഹിതയാണോ? അതേ അച്ഛാ, വിവാഹിതയാണ്. അച്ഛനുമായുള്ള ബന്ധം ഊഷ്മളമായപ്പോൾ പറഞ്ഞു, ഭർത്താവുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്. പക്ഷെ അതൊക്കെ പോയച്ചാ, ഉപേക്ഷിച്ചിട്ട് നാളുകളായി. ഞങ്ങൾ വേർപിരിഞ്ഞു എന്ന് പറഞ്ഞാൽ കോടതി മുഖേന വേർപിരിഞ്ഞിട്ടില്ല, പക്ഷെ വേർപിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. അച്ഛാ പോട്ടച്ചാ, അതൊന്നും വീണ്ടും ഓർമ്മിപ്പിക്കണ്ട, പോകട്ടെ അച്ഛാ, സാരമില്ല. അച്ഛൻ പറഞ്ഞു, ഇല്ല മഞ്ജു, പറഞ്ഞാട്ടെ, എന്താ പ്രശ്നം? അച്ഛാ പറഞ്ഞിട്ട് എന്താ പ്രയോജനം? എൻ്റെ വേദന കൂടും അച്ഛാ, മോർഫിനാണ് കുത്തിവെക്കുന്നത്, അതും കൂടെ കേട്ടാൽ എൻ്റെ വേദന വർദ്ധിക്കും. അച്ഛൻ മരിക്കാൻ പ്രാർത്ഥിക്കും എനിക്ക് വേണ്ടി. അച്ഛനൊരു ദൗത്യമായി ഏറ്റെടുത്തു. പ്രിയരെ, കേൾക്കണം നിങ്ങൾ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മഞ്ജു പറഞ്ഞു അച്ഛനോട്, അച്ഛന് നിർബന്ധമാണെങ്കിൽ, അച്ഛൻ പറഞ്ഞു, ഞാൻ നിന്റെ ഭർത്താവിനെയും നിന്റെ കുഞ്ഞുങ്ങളെയും നിന്റെ സഹോദരങ്ങളെയും നിന്റെ പേരൻസിനെയും കൂട്ടിക്കൊണ്ടുവരട്ടെ. മരിക്കുന്നതിന് ഇനി അധികം നാളില്ലല്ലോ മഞ്ജു, അവരെ ഒന്ന് കണ്ടിട്ട് മരിക്കുക. ഞാൻ നിനക്ക് വേണ്ടി അവരുടെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. അച്ഛൻ്റെ സ്നേഹമസ്നമായ നിർബന്ധത്തിന് മുമ്പിൽ മഞ്ജു വഴങ്ങി. പ്രിയരെ, മഞ്ജു സമ്മതിച്ചു. അച്ഛൻ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. മഞ്ജു കിടക്കുന്ന പാലിയേറ്റീവ് കെയറിലെ മുറിയിൽ കൊണ്ടുവന്നു. മഞ്ജുവിനെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒരു സമൂഹമായി ആ മുറിയിൽ കൊണ്ടുവന്നു. മഞ്ജു വാവിട്ട് കരഞ്ഞു, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ മഞ്ജുവിന്റെ വലത്തെ കയ്യിൽ പിടിച്ചു, ഭർത്താവ് ഇടത്തെ കയ്യിൽ പിടിച്ചു, കുഞ്ഞുങ്ങൾ ചേർന്ന് പിടിച്ചു. എല്ലാവരും ആ കട്ടിലിന് ചുറ്റിൽ വട്ടം ചേർന്ന് നിന്നു. അച്ഛൻ പ്രാർത്ഥിച്ചു കണ്ണുനീരോടെ. അച്ഛൻ പറയുന്നു, സ്വർഗം ആ മുറിയിൽ ഇറങ്ങി വന്നു. പ്രിയരെ, നിങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ. വർഷം 22 കഴിയുന്നു. മഞ്ജു ഇന്നും മരിച്ചിട്ടില്ല. ഹല്ലേലൂയ. മഞ്ജു ഇന്നും മരിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ വഴികളിൽ മരണകരമായ അനുഭവങ്ങളെ പോലും രൂപാന്തരപ്പെടുത്താൻ ക്ഷമയ്ക്ക് ശക്തിയുണ്ട്. മരണകരമായ അനുഭവങ്ങളെ പോലും മാറ്റിയെഴുതാൻ ക്ഷമയ്ക്ക് ശക്തിയുണ്ട്. അതുകൊണ്ടാ പൗലോസ് ശ്ലീഹ പറഞ്ഞത്, സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. പ്രവചനപരമുണ്ടായാലോ ഭാഷാപരമുണ്ടായാലോ ശരീരത്തിൽ ചുടുവാനുള്ള വിശ്വാസമുണ്ടെങ്കിലോ സ്നേഹമില്ലെങ്കിൽ നീ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളവുമായി തീരട്ടെ. എവിടെയാ കൺവെൻഷന്റെ അനുഗ്രഹം? ഈ രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും ബന്ധങ്ങളിൽ വീഴ്ചയുണ്ടെങ്കിൽ, തകർന്നുപോയ ബന്ധങ്ങളാണെങ്കിൽ, ഭാര്യാഭർത്താക്കന്മാരായിരിക്കാം, മക്കളുമായുള്ള ബന്ധത്തിലായിരിക്കാം, സഹോദരങ്ങളായി നാളുകളായി ഒരു വസ്തുക്കച്ചവടത്തിന്റെ പേരിൽ, ഒരു അതിരിന്റെ പേരിൽ, വിഭാഗിച്ചതിന്റെ പേരിൽ വേർപിരിച്ചിരിക്കുന്നവരായിരിക്കാം. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ നീ ഫോണെന്നെടുത്തിട്ട് ഒന്ന് വിളിച്ചു പറ, ഈ രാത്രി ജോസഫിനെ സന്ദർശിച്ച് ദൈവം എന്നെ സന്ദർശിച്ചു, സഹോദര ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു എന്നൊന്ന് പറഞ്ഞാട്ടെ. അവിടെയാ നോമ്പ് അർത്ഥപൂർണമായി മാറുന്നത്, ആൾക്കൂട്ടങ്ങളല്ല. ഹല്ലേലൂയ. ദൈവത്തിന് നീയോട് സ്തോത്രം. ക്ഷമയുടെ ശക്തി വ്യക്തി ജീവിതത്തിൽ, ക്ഷമയുടെ ശക്തി കുടുംബജീവിതത്തിൽ, ക്ഷമയുടെ ശക്തി സഭാജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കഴിയണം. ഞാൻ അവസാനിപ്പിക്കട്ടെ ഒരു കൊച്ചു ചിന്തയും കൂടെ പറഞ്ഞ്. മരണത്തിനായി ഒരുങ്ങിയ ജീവിതമാണ് ജോസഫിന്റെ ജീവിതം. എ ലൈഫ് പ്രിപ്പയർഡ് ഫോർ ഡെത്ത്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം ജോസഫിന്റെ മരണവൃത്താന്തം രേഖപ്പെടുത്തുന്ന അധ്യായമാണ്. തന്റെ കിടക്കയിൽ ചുറ്റും മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, കൊച്ചുമക്കളുണ്ട്. 3-ാം തലമുറ വരെ കാണുവാൻ ഭാഗ്യം ലഭിച്ച പഴയ നിയമ പിതാവാണ് ജോസഫ്. 110 വയസ്സിന്റെ ധന്യതയിൽ ജോസഫ് 50-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം ജോസഫിന്റെ അന്ത്യമൊഴിയാണ്. എന്താ ജോസഫിന്റെ അന്ത്യമൊഴി? ജോസഫ് ഇങ്ങനെ പറയുന്നു, ഞാൻ മരിക്കുന്നു. മരണക്കിടക്കയിലും ജോസഫിന് സന്ദേശമുണ്ട്. ഈവൻ ഇൻ ഹിസ് ഡെത്ത് ബെഡ് ഹി ഹാഡ് എ മെസ്സേജ്. ഹല്ലേലൂയ. മരണക്കിടക്കയിലും ജോസഫിനൊരു സുവിശേഷമുണ്ട്, ഒരു സന്ദേശമുണ്ട്. എന്താണ് ആ സന്ദേശം? സഹോദരങ്ങളെ, ഞാൻ മരിക്കുന്നു, എനിക്ക് മരണമുണ്ട്. ഞാൻ ഫറവോന് പ്രിയപ്പെട്ടവനാണ്. ഫറവോൻ എന്നെ ഏറെ സ്നേഹമാണ്. എന്നെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. ഫറവോന്റെ മുദ്രമോതിരം എനിക്കുണ്ട്. ഫറവോന്റെ സ്വർണ്ണ സരപ്പൊളി എൻ്റെ കഴുത്തിലുണ്ട്. ഫറവോന്റെ രാജ്യത്തിന് 2ാമനാണ് ഞാൻ. ഫറവോന്റെ രഥം എനിക്ക് അവകാശമായിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും അധിപതിയാണ് ഞാൻ. പക്ഷെ എനിക്ക് മരണമുണ്ട്. ഐ ഹാവ് ഡെത്ത്. എല്ലാം ഉണ്ടെങ്കിലും എനിക്കൊരു കടന്നുപോക്കുണ്ട്. എനിക്ക് മരണമുണ്ട്. അടുത്ത നിമിഷം എൻ്റേതല്ല,
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാർത്തോമാ സഭയുടെ സംസ്കാര സൂക്ഷക്രമത്തിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ പ്രാർത്ഥന, ഇന്ന് നാം വീടുകളിൽ സംസാരിക്കുന്നവരാകുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാകുന്നു. സമ്പന്നനല്ല ഭാഗ്യവാൻ, വിദ്യാഭ്യാസം ഏറെ ഉള്ളവനല്ല ഭാഗ്യവാൻ, സൗന്ദര്യമുള്ളവനല്ല ഭാഗ്യവാൻ, മണിമാളികയിൽ വിരാജിക്കുന്നവനല്ല ഭാഗ്യവാൻ, ഈ ഭൂമിയിലെ ഭൗതികമായ നേട്ടങ്ങൾ കൊയ്യുന്നവനല്ല ഭാഗ്യവാൻ. ഞാൻ ഈ ഭൂമിക്കുള്ളവനല്ല. ഐ ലീവ് ഇൻ എ ടെമ്പറൽ ഹോം. ഞാൻ പാർക്കുന്നത് താൽക്കാലിക കൂടാരത്തിലാണെന്ന് ബോധ്യമുള്ളവനാണ് ഭാഗ്യവാൻ. ഫറവോന്റെ കൊട്ടാരത്തിൽ രണ്ടാമനായ യോസഫ് പറയുന്നു, എനിക്ക് മരണമുണ്ട്. മരണത്തെ ധ്യാനിക്കേണ്ടത് ക്യാൻസർ വരുമ്പോഴല്ല, പ്രായമേറുമ്പോഴല്ല, ICUവിൽ കിടക്കുമ്പോഴല്ല, വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴല്ല. ദൈവപുരുഷനായ മോശെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ, ദൈവമേ, ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ജ്ഞാനമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ലോർഡ്, ഹെൽപ്പ് us, we pray, to count our days. എനിക്ക് മരണമുണ്ട്. ഒന്നാമത്തെ സന്ദേശമാണ്. രണ്ടാമതായി ജോസഫ് പറയുന്നു, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം മരിക്കുന്നില്ല. എനിക്ക് രോഗമുണ്ട്, എനിക്ക് കഷ്ടതയുണ്ട്, എനിക്ക് പ്രതിസന്ധിയുണ്ട്, എനിക്ക് മരണമുണ്ട്, എന്നാൽ എൻ്റെ ദൈവം ജീവിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവത്തെക്കുറിച്ച് മാത്രമേ, ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ച് മാത്രമേ ജോസഫിന് അവസാനവും പറയാനുള്ളൂ. എൻ്റെ ദൈവം നിത്യനായ ദൈവം, എൻ്റെ ദൈവം മാറ്റമില്ലാത്ത ദൈവം, എൻ്റെ ദൈവം മരണമില്ലാത്ത ദൈവം. എന്നിട്ട് ജോസഫ് പറയുന്നു, മൂന്നാമതായി, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഞാൻ മരിക്കുന്നു മക്കളെ, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഗാഡ് ഈസ് വിത്ത് യു. ആര് നിന്നെ തള്ളിയാലും, ആര് വിട്ടുപോയാലും കൈവിടാത്ത ദൈവം കൂടെയുണ്ട്. തന്റെ വാഗ്ദാനം പോലെ നിങ്ങളെ അവൻ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം. ഹല്ലേലൂയ. എനിക്ക് മരണമുണ്ട്, എന്നാൽ ദൈവം ജീവിക്കുന്നു. ആ ദൈവം നിന്നിൽ തന്റെ പദ്ധതി നിറവേറ്റുമെന്ന് ധൈര്യമായി സാക്ഷ്യം പറഞ്ഞവനാണ് ജോസഫ്. പാലക്കാട് കുടൽമന്നത്ത് ഒരാശ്രമത്തിന്റെ കൺവെൻഷനാണ് ഞങ്ങളുടെ സഭയുടെ. 3 രാത്രിയിലെ ദൂതാണ്. 3-ാം ദിവസം ദൂത് കഴിഞ്ഞ് ഞാൻ പോരുമ്പോൾ 3 ദിവസം പള്ളിയിൽ ആ കൺവെൻഷനിൽ ഹാളിൽ മുമ്പിലിരുന്ന് പ്രസംഗം കേട്ട് ഒരു യൗവനക്കാരൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഷാജി അച്ഛ, 3 ദിവസം പ്രസംഗം എനിക്ക് വേണ്ടിയായിരുന്നു. അച്ഛനെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അച്ഛൻ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും. എന്താ നിന്റെ പേര്? എൻ്റെ പേര് സുജാത എന്നാണ് അച്ഛാ. എവിടെയാ താമസിക്കുന്നത്? കുഴൽമന്ദത്താണ് അച്ഛാ. ഞാനൊരു 5 മിനിറ്റ് അച്ഛൻ്റെ എൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു, പറഞ്ഞാട്ടെ. 2 കസേര ഹാളിലിട്ടു. ഒരു കസേരയിൽ സുജാത ഇരുന്നു, ഒന്നിൽ ഞാനിരുന്നു. ഞാൻ ചോദിച്ചു, സുജാത ആരൊക്കെ വന്നു കൺവെൻഷന്? ഞാനും 2 കുഞ്ഞുങ്ങളും അമ്മയും വന്നച്ചാ. ഭർത്താവ് വന്നില്ലേ? ഭർത്താവ് ഇല്ലച്ചാ. ഭർത്താവ് ഇവിടെ മരിച്ചു പോയച്ചാ. 6 മാസം മുമ്പ് മരിച്ചു. നാഷണൽ പെർമിറ്റ് ലോറിയിലെ ഡ്രൈവറായിരുന്നു. പാലക്കാട് നിന്ന് ബോംബെയിലേക്ക് പോകുന്ന ലോറിയിലെ ഡ്രൈവറാണ്. എങ്ങനെ മരിച്ചു? ആക്സിഡന്റ് ആണോ? അല്ലച്ചാ, മാരകമായ HIV AIDS രോഗം വന്ന് മരിച്ചു. ലോകം മുഴുവൻ അറയ്ക്കുന്ന ഈ മാരക രോഗം മൂലം എൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് 6 മാസമായച്ചാ. എനിക്ക് 24 വയസ്സുണ്ട്. 2 കൊച്ചു കുഞ്ഞുങ്ങളാണച്ചാ. ഞാൻ പറഞ്ഞു, അയ്യോ സങ്കടമാണല്ലോ അച്ഛാ. കുഴപ്പമില്ല, എല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയിട്ട് 1 വർഷമായുള്ളച്ചാ. ഞാൻ ഒത്തിരി അവനെ സ്നേഹിക്കുന്നു. പള്ളിയിൽ ആ കൺവെൻഷനിൽ മുമ്പിൽ ഇരുന്ന് ദൈവത്തെ ആരാധിച്ച സുജാതയുടെ മുഖം ഞാൻ അപ്പോൾ ഓർത്തു. എഴുന്നേറ്റ് നമ്മൾ പാടും, വാക്യം പറയുമ്പോൾ എടുത്ത് വായിക്കും. എത്ര പ്രത്യാശയുള്ളൊരു പെൺകുട്ടി. സുജാത പറഞ്ഞു, അച്ഛാ തീർന്നില്ല സാക്ഷ്യം. അച്ഛാ, എൻ്റെ ഭർത്താവ് മരിക്കുമ്പോൾ എനിക്കും എൻ്റെ മകനും HIV പോസിറ്റീവ് തന്നിട്ടാണ് മരിച്ചത്. ഞാൻ AIDS രോഗിയാണ് അച്ഛാ. എൻ്റെ മകനും AIDS പോസിറ്റീവാണ്, HIV പോസിറ്റീവാണ്. ഞാൻ ഞെട്ടിപ്പോയി പ്രിയരെ. എൻ്റെ മുമ്പിലിരിക്കുന്ന സുജാതയും ഉള്ള കൂടെ നിൽക്കുന്ന പൈതലും AIDS രോഗികളാണ്. ഇവിടെ കയ്യിൽ ഒരു തടിച്ച വേദപുസ്തകമുണ്ട്. ആ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് സുജാത പറയുകയാണ്, എൻ്റെ അച്ഛാ, എനിക്ക് നിരാശയില്ല. AIDS രോഗിയുടെ ആയുസ് 15 വർഷമാണ്. അതിനുള്ളിൽ ഞാനും എൻ്റെ കുഞ്ഞും മരിക്കും. എന്നാൽ ഇന്ന് രാത്രി മരിച്ചാലും ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുവച്ച എനിക്ക് നല്ല ഉറപ്പാ.
എനിക്ക് നല്ല ഉറപ്പാ. ഹല്ലേലൂയ. വർഷങ്ങളായി വചനം കേൾക്കുന്നവരെ, വർഷങ്ങളായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരെ, കുഴൽമന്ദംകാരിയ ഒരു സാധുവായ സുജാത പറയുന്നു, ഞാൻ ഇന്ന് രാത്രി മരണപ്പെട്ടാൽ ഞാൻ നിത്യതയിലെത്തും, എനിക്ക് ഉറപ്പായി ധൈര്യമായി. ഇത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ നാം ഓടുന്നതും അധ്വാനിക്കുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ വട്ടപൂജ്യമാണ്. നിത്യത ഉറപ്പാക്കാൻ കഴിയുന്നതാണ് ഫലദായകമായ ജീവിതത്തിന്റെ 5ാമത്തെ അടയാളം. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ജോസഫ് നീരുറവിനരികെ ഫലപ്രദമായ ഒരു മുന്തിരിവള്ളി. എങ്ങനെ ഒരു ഫലപ്രദമായ ജീവിതം നയിച്ചു? 1, ദൈവത്തിന്റെ സ്വപ്നം നിറവേറ്റിയവനാണ് ജോസഫ്. പ്രലോഭനങ്ങളെ, പാപസ്വാധീനങ്ങളെ അതിജീവിച്ച് ജയജീവിതം നയിച്ചവനാണ് ജോസഫ്. ജീവിതത്തിന്റെ ഔന്നത്യങ്ങളിലും താഴ്മ ധരിച്ചവനാണ് ജോസഫ്. അനുരഞ്ജനത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ട് സഹോദരങ്ങളോട് നിരന്നവനാണ് ജോസഫ്. മരണത്തിനായി ഒരുങ്ങപ്പെട്ടവനാണ് ജോസഫ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതവും അപ്രകാരം ഫലകരമായി തീരാൻ ഞങ്ങളെ രാത്രി നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നുവെന്ന് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രിയരെ. ഹല്ലേലൂയ. നമ്മുടെ തലകളെ ഒന്ന് വണക്കാം. നിർബന്ധമില്ല, എന്നാൽ പോലും ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് എഴുന്നേൽക്കാമോ? ഈ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നതിന് അടയാളമായി. നിർബന്ധമില്ല. ദൈവാത്മാവിൽ അങ്ങനെ ഒരു ആലോചന ഞാൻ പറയുന്നതേ ഉള്ളൂ. ഓരോ വചന ശുശ്രൂഷയിലും ഒരു സമർപ്പണം നടക്കണമല്ലോ, ഒരു ഓൾട്ടർ കോൾ നടക്കണമല്ലോ. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നിന്ന് വിനയപ്പെടുത്താം. തമ്പുരാനെ, ഈ വചനം എന്നിൽ നിറവേറപ്പെടാൻ, ഈ വചനം എന്നിൽ അന്വർത്ഥമാകാൻ കുറവുകൾ ഏറെയുണ്ട് കർത്താവേ. എല്ലാം എന്നോട് ക്ഷമിച്ച് എന്നെ ശുദ്ധീകരിച്ച് ഒരു ഫലകരമായ ജീവിതത്തിനായി എന്നെ നീ ഒരുക്കണമേ എന്ന് ഈ രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ ശ്രവണ മാധ്യമങ്ങളിലൂടെ വചനം കേൾക്കുന്നവരും ഇരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് ഈ പ്രാർത്ഥന ഒന്ന് പങ്കുചേരാമോ? തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കൊടു ധന്യർക്കെന്നോർത്തിതാ സങ്കടപ്പെട്ടിടുന്നു തള്ളി സങ്കേതം ഞാൻ കൊടു ധന്യർക്കെന്നോർത്തിതാ സങ്കടപ്പെട്ടിടുന്നു. ജീവിതമെന്നും ശരി ആയിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനേ വന്ന് ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. വന്ന് ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, വേദപുസ്തകത്തിലെ ദൈവം ഈ രാത്രി ഞങ്ങളെ സന്ദർശിച്ചുവെന്ന് ഒരു സാക്ഷ്യം പറയാൻ അങ്ങ് നൽകുന്ന വലിയ ഭാഗ്യത്തിനായി ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച് മാറ്റമില്ലാത്ത വചനത്തിനായി ഞങ്ങൾക്ക് നന്ദി കരയറ്റുന്നു. ആ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ, ഒരു ഫലകരമായ ജീവിതത്തിനായി വളരെ ആഗ്രഹത്തോടെ നിന്റെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുന്ന ഈ ശ്രവണ മാധ്യമങ്ങളിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയ മക്കളെയും ഞങ്ങളുടെ പുണ്യകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുറിവേറ്റ കരം, ഹല്ലേലൂയ, ഈ രാത്രികാലം പ്രിയ മക്കളുടെ ശിരസ്സന്മേലൊന്ന് നീട്ടി ഒരു പുത്തൻ അഭിഷേകത്താൽ അവരെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഫലശൂന്യമായി അത്തിയായി ജീവിച്ചു പോയിട്ടും വെട്ടിക്കളയാറെ നിർത്തിയ തമ്പുരാനെ, ഇനിയുള്ള കാലം, ഹല്ലേലൂയ, ഒരു ഫലകരമായ മുന്തിരിവള്ളിയായി ജോസഫിനെ പോലെ പ്രശോഭിപ്പാൻ ഞങ്ങളെ ഇതാ രാത്രി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനപ്രകാരം നിലനിൽക്കാനുള്ള ദൈവകൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്നുപോയ എല്ലാ കുറവുകളെയും, എല്ലാ പോരായ്മകളെയും, എല്ലാ വീഴ്ചകളെയും, എല്ലാ പാപാനുഭവങ്ങളെയും കർത്താവ് ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണം. എല്ലാ മഹത്വവും കർത്താവിന് മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.